ഓക്കെ ഫൈൻ. സോ റൈസപ്പിന്റെ മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഫസ്റ്റ് വാല്യൂ അഡീഷൻ ക്ലാസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഡേ ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ നമ്മൾ സിലബസ് ബ്രീഫിംഗ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഈ വീക്ക് ഫോക്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റി റിലേറ്റഡ് ചെയ്തുള്ള സബ്ജക്റ്റുകളാണ് അല്ലെ. അപ്പൊ ഇന്ന് ഈ വീക്ക് മൊത്തം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഇന്ത്യൻ സൊസൈറ്റി ആയിരിക്കും. ഇന്ത്യൻ സൊസൈറ്റിയിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാം കൂടുതലായിട്ട് കവർ ചെയ്യാം. അപ്പം നമുക്ക് പൊതുവെ കുറെ മിസ്കൺസെപ്ഷൻ എക്സാമിനെ കുറിച്ചുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ ചെയ്യുന്ന ഒരു കാര്യം സിലബസിലുള്ള എല്ലാ വാക്കും അതിന്റെ ഫാക്ട്സും അതിന്റെ ഡാറ്റാസും അതിന്റെ പോയിന്റ്സും ഒക്കെ കാണാതെ പഠിക്കാൻ പറ്റുമോ? ഈവൻ ഒരു 1 പാർട്ട് സിലബസിന്റെ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാ സിലബസും പോയിട്ട് ഈവൻ ഇന്ത്യൻ സൊസൈറ്റിന്റെ മാത്രം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഓരോ സബ് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പോയിന്റ്സ് ഉണ്ടാക്കാൻ പറഞ്ഞ് അത് മൊത്തം ഓർത്തിരിക്കാൻ പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓർത്തിരിക്കാൻ ആക്ച്വലി പറ്റില്ല എന്നുള്ളതാണ് കാര്യം. അപ്പൊ നമ്മൾ പിന്നെ എങ്ങനെയാണ് അപ്പൊ മെയിൻസിന് പഠിക്കുക എന്നുള്ളതാണ് പിന്നെ ചോദ്യം. കാരണം നമ്മൾ സിലബസിൽ ഓരോ ഭാഗമായിട്ട് പഠിച്ച് ഓർത്ത് വെക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. One thing you should understand that whatever you study for UPSC, it's completely content neutral ആണ്. What is content neutral means? Content neutral എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബേസിക്കലി എന്താണ്? There is no specific content for GS1, GS2, GS3, GS4 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. എന്ത് ചെയ്യാൻ പറ്റണം നമുക്ക്? GS1 ഞാൻ പഠിച്ച കണ്ടന്റ് എവിടെ യൂസ് ചെയ്യാൻ പറ്റണം? GS2 യൂസ് ചെയ്യാൻ പറ്റണം. GS3 എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്കോപ്പ് ഉണ്ടാവണം. GS4 സ്കോപ്പ് ഉണ്ടാവണം. GS5 എസ്സേയിൽ എനിക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ അവിടെ സ്കോപ്പ് ഉണ്ടാവണം. ഈവൻ ഓപ്ഷനിൽ പഠിക്കുന്ന പല കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? GS1, GS2. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എ പേഴ്സൺ ഫ്രം പൊളിറ്റിക്കൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് IR ഓപ്ഷനിൽ ഒരാൾക്ക് പേപ്പർ 2 ഒരുപാട് കണ്ടന്റ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ സോഷ്യോളജി ഓപ്ഷനിൽ ഒരാൾക്ക് സംബന്ധിച്ച് ഇന്ത്യൻ സൊസൈറ്റി, സോഷ്യൽ ജസ്റ്റിസ്, അതുപോലെ തന്നെ GS3 കുറച്ച് ഭാഗം, എത്തിക്സിലെ കുറച്ച്, അങ്ങനെ ഓരോ പോർഷൻസ് നമുക്ക് പല സ്ഥലത്തും നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അപ്പം എന്തൊക്കെ നമ്മൾ പഠിക്കുന്ന സാധനങ്ങളെ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് എവർ യു ആർ സ്റ്റഡിങ് അതിന്റെ യൂസബിലിറ്റിയെ പറ്റി ചിന്തിക്കുക എന്നുള്ളതാണ്. ഇഫ് യു ആർ തിങ്കിങ് ദാറ്റ് ദിസ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, then never ever study for that particular content. അതങ്ങ് കളഞ്ഞേക്കുക. ഇറ്റ്സ് നെവർ ഗോയിങ് ടു ബി എ യൂസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഒരിക്കലും വരണമെന്നില്ല. വളരെ യൂണീക്ക് ആയിട്ട് ഒറ്റൊരു ഈ ക്വസ്റ്റ്യൻ വന്നാൽ മാത്രം എനിക്ക് കണ്ടന്റ് എഴുതാൻ പറ്റുമെങ്കിൽ പിന്നെ അതുകൊണ്ട് യൂസ് ഇല്ല. കാരണം നിങ്ങൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കണ്ടന്റ് പഠിക്കേണ്ടി വരും. പക്ഷെ ഒരു കണ്ടന്റ് പഠിക്കുമ്പോൾ തന്നെ അത് മൾട്ടിപ്പിൾ പ്ലേസസിൽ മൾട്ടിപ്പിൾ ആൻസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പം ഈ കണ്ടന്റ് ന്യൂട്രൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എങ്ങനെയാണ് നമ്മൾ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഓരോന്നിനും 5 പോയിന്റ് പഠിച്ച് അത് കാണാതെ പഠിച്ച് അത് അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യല്ല. ഇവിടെ പഠിച്ച ഓരോ പോയിന്റും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ആ ചോദിക്കുന്ന സമയത്ത് ഇവിടുത്തെ കണ്ടന്റ് എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോവാം, അവിടെ അങ്ങനെ നിങ്ങൾ എന്ന് കണ്ടന്റ് ലിങ്ക് ചെയ്യുന്നു അന്നായിരിക്കും നിങ്ങളുടെ മെയിൻസ് പ്രിപ്പറേഷൻ ഈസി ആവുക. ആ സമയത്ത് നിങ്ങൾ വളരെ ഈസി ആയിട്ട് പ്രിലിംസ് പാസ് ആവും. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അനലിറ്റിക്കൽ എബിലിറ്റി കംപ്ലീറ്റ് കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ സമയത്ത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ആൻസേഴ്സും എന്താവും, ബെറ്റർ ആവും, ബെറ്റർ കണ്ടന്റ് ആവും, ബെറ്റർ വാല്യൂ അഡീഷൻ ഉള്ള പോയിന്റ്സ് ആവും. ഇപ്പൊ നിങ്ങൾ ഇപ്പം കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാവരും നമ്മൾ ഫ്രീ ആൻസർ റൈറ്റിംഗ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് അതിനകത്ത് ആൻസർ എഴുതുന്നതിൽ പകുതി എന്താണ്, നെറ്റിൽ നോക്കിയിട്ട് അതേപോലെ കോപ്പി അടിച്ചിട്ട് ആൻസർ എഴുതുകയാണ്. അപ്പോൾ അതിന്റെ ഒരു പ്രോബ്ലം എന്താണ്? പ്രോബ്ലം ഒരിക്കലും നിങ്ങൾ നല്ലൊരു ആൻസർ എഴുതാൻ എന്ത് ചെയ്യില്ല, പഠിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ സ്വയം എന്ത് ചെയ്തിട്ടില്ല, നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ പഠിച്ചു ഇതേപോലെ ഇനി ആൻസർ വന്നു ഇനി ഞാൻ എഴുതുന്നതായിരിക്കും. യു ആർ നെവർ ഗോയിങ് ടു ലേൺ ഹൗ ടു റൈറ്റ് എ ഗുഡ് ആൻസർ. സോ വാട്ട് ഈസ് നമ്മളൊരു ക്ലാസിന്റെ രീതിയിലേക്ക് എങ്ങനെയാ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ ബി ഫോക്കസിങ് ഓൺ മൾട്ടിപ്പിൾ യൂസേജ് കണ്ടന്റ്. ഓക്കെ, പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ കണ്ടന്റ് യൂസ് ചെയ്യാൻ പറ്റണം. ഈവൻ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വന്നില്ല എന്നുണ്ടെങ്കിലും ഇതേ കണ്ടന്റ് എന്ത് ചെയ്യാൻ പറ്റും, പല സ്ഥലങ്ങൾക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഐ ടെൽ യു വേർ എവർ യു ക്യാൻ യൂസ് ഇറ്റ്. ഫസ്റ്റ് കുറച്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അത് എന്ത് ചെയ്യാം, നിങ്ങൾ തിങ്ക് ചെയ്യുക. ഓരോ സ്ഥലത്തും ഇത് എവിടെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കാം. നൗ ദ വേ പീപ്പിൾ റൈറ്റ് ആൻസേഴ്സ്, എസ്പെഷ്യലി ദ ടോപ്പ് 100 പീപ്പിൾ ഇൻ ദ ലാസ്റ്റ് 3 years ഹാസ് ട്രാൻസ്ഫോം ടു മച്ച്. ലൈക്ക് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിൽ പലരും ഇപ്പൊ എഴുതുന്ന ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 2018, 2019 ഒരുപാട് കുട്ടികൾ ആൻസർ ഞാൻ കണ്ടപ്പം ആൻസർ ഈസ് സ്റ്റിൽ പ്ലേസ്ഡ് ഇൻ 2018. ആ ഒരു മോഡൽ സ്ട്രക്ചറിലേക്കാണ് ആൻസർ വന്നിട്ടുള്ളത്. ബട്ട് ഇപ്പോഴത്തെ ആൻസേഴ്സ് ദർ ആർ മോർ വാല്യൂ അഡീഷൻസ്. ഫോർ എക്സാമ്പിൾ പീപ്പിൾ സ്റ്റാർട്ട് റൈറ്റിംഗ് വിത്ത് കോട്ട്സ്. ലാസ്റ്റ് 3-4 years ആയിട്ട് കോട്ട്സ്, ഇത് 2018 സ്റ്റാർട്ട് ചെയ്ത ട്രെൻഡാണ്. ഇപ്പൊ അത് ഭയങ്കര പ്രൊമിനന്റ് ആയി. പണ്ട് കോട്ട് എഴുതിയ എസ്സേയിലും എത്തിക്സിലും മാത്രമായിരുന്നു. ഇപ്പൊ GS1, GS2 ആൻഡ് ഓൾസോ പീപ്പിൾ ആർ കോട്ടിങ് ഹിസ്റ്റോറിയൻ, സ്കോളേഴ്സ്, ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ എഴുതിയ ആളുകൾ എന്ത് ചെയ്യാം, നമുക്ക് കോട്ട് ചെയ്യാം. എന്നിട്ട് പറയാം ഇന്ന സാധനങ്ങളാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയാം. സോ ടോപ്പേഴ്സ് സ്റ്റാർട്ട് റൈറ്റിംഗ് ലൈക്ക് ദാറ്റ്. ആൻഡ് അനദർ പ്രോബ്ലം യു ഗൈസ് ഡു വിത്ത് ടോപ്പേഴ്സ് പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോപ്പേഴ്സിന്റെ കോപ്പി എടുക്കും. ആൻഡ് എപ്പോഴായിരിക്കും ഒരു ടോപ്പർ ആ ടോപ്പറിന്റെ ഏറ്റവും ലൈഫിലെ ബെസ്റ്റ് ആൻസർ എഴുതിയിട്ടുണ്ടാവുക? ഇറ്റ് ഈസ് ഇൻ ദി എക്സാമിനേഷൻ ഹോൾ.
But what kind of copy you are seeing? The copy in which he was started writing or improving. So you are trying to achieve something he was begin. But actually എന്താണ് നിങ്ങളുടെയും ഏറ്റവും ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഇൻ ദി എക്സാമിനേഷൻ ഹോൾ. ടിൽ ആ സമയം വരെ എന്തുണ്ട്? ദർ ഇസ് എ സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ്. ഏറ്റവും ബെസ്റ്റ് ആൻസർ വരെ എക്സാമിനേഷൻ ഹോളിലാണ്. അതുവരെ സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ്. അപ്പം നമ്മൾ ആ ടോപ്പേഴ്സിന്റെ കോപ്പി മാത്രം ബ്ലൈൻഡ്ലി ഫോക്കസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ ദാറ്റ് ഈസ് നോട്ട് ദ എക്സാക്ട് ആൻസർ ദേ ഹാവ് റിട്ടൺ. ദാറ്റ് മൈറ്റ് ഹാവ് റിട്ടൺ 2 years back in some institutions, or 1 year back, or the beginning of their program they have written one paper. So that's what the paper you are seeing it. Sometimes you see that 2024 toppers, you will see 2023 test series, and you think that, oh, this is the best answer, I have to write it. No, his answer or her answer was way beyond that particular ആൻസർ എന്നുള്ളതാണ്. അപ്പൊ അതുകൂടി മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ആൻസർ നോക്കാം. നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഇതിന്റെ ഇടയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ടോപ്പിക് കഴിയുമ്പോൾ വിൽ ഡിസ്കസ് അബൌട്ട് ക്വസ്റ്റ്യൻസ്, വി വിൽ റൈറ്റ് ആൻസേഴ്സ്. ഓൺലൈൻ സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നിട്ട് ഒരു സ്പെൻഡ് 7 minutes, റൈറ്റ് ഇറ്റ് ഡൗൺ. എഴുതാൻ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, ഇവിടുന്ന് ക്ലാസ്സിൽ നിന്ന് എഴുതുക, എന്നിട്ട് വിൽ ഡിസ്കസ്, ദെൻ മൂവ് ഓൺ ടു അതർ ടോപ്പിക്. സോ മാക്സിമം എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ച സാധനങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഇന്ന് ഫസ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് കാസ്റ്റ് സെൻസസ്. സോ കാസ്റ്റ് സെൻസസിന്റെ ഭാഗമായിട്ട് വരുവാണെങ്കിൽ കാസ്റ്റ് സെൻസസിന്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ വൈ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ആസ് യു നോ ദാറ്റ് ദിസ് ഇസ് ദ biggest discussion, and 2025 mains, this year mains there will be high chances that this question will be there. Even 2025 ഇത് ചോദിച്ചിട്ടില്ലെങ്കിൽ 2026 എന്തായാലും ഈ ക്വസ്റ്റൻ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, ഇതിന് ഇങ്ങനെ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള പല കണ്ടന്റും കാസ്റ്റ് ബേസ്ഡ് ആയിട്ട്. ഇപ്പൊ കാസ്റ്റ് ഇത് എവിടെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്? ബേസിക്കലി കാസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനിലും പറ്റും. അതേപോലെ തന്നെ വെൽഫെയർ സ്കീം, ഫ്രീ ബി സ്കീം, അതുപോലെ ഇവിടെ ചെയ്യുമ്പോൾ സോഷ്യൽ ജസ്റ്റിസ്, സബ് കാറ്റഗറൈസേഷൻ ഓഫ് റിസർവേഷൻ, ഈ എല്ലാ ടോപ്പിക്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഇതേ കണ്ടന്റ് തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. വൾണറബിൾ കമ്മ്യൂണിറ്റീസ്, എസ്പെഷ്യലി ബെനിഫിറ്റ് ടു SC and ST, ഇതൊക്കെ എവിടെയാ ഈ ഇതേ കണ്ടന്റ് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, യൂസ് ചെയ്യാൻ പോകുന്നത്. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക, അല്ലാതെ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിന് വേണ്ടിയിട്ടല്ല. സോ വൈ ദിസ് ഈസ് ഇൻ ന്യൂസ്? ബിക്കോസ് റീസെന്റ് ദ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? said that they are going to conduct the caste census along with the next decennial census ന്റെ കൂടെ എന്ത് ചെയ്യാൻ പോവാണ്, കാസ്റ്റ് സെൻസസ് കണ്ടക്ട് ചെയ്യാൻ പോവാണ്. സോ ആരാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് പൊളിറ്റിക്കൽ അഫയേഴ്സിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്? പ്രിലിംസ് കണ്ടന്റ് ആണ്. ഇറ്റ് ഈസ് പ്രൈം മിനിസ്റ്റർ. സി വൈ യു വിൽ, നമ്മൾ എപ്പോഴും പറയുന്നത് മെയിൻസിന് പഠിച്ചാൽ നിങ്ങൾ എങ്ങനെയായാലും പ്രിലിംസ് കയറുന്നുള്ളത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻസിൽ നിങ്ങൾക്ക് അനലിറ്റിക്കൽ ആയിട്ടുള്ള എല്ലാ ആസ്പെക്റ്റിന്റെയും കണ്ടന്റ് കിട്ടും. മെയിൻസ് എന്ന് പറഞ്ഞാൽ പ്യൂർലി മെയിൻസ് അല്ല, ദർ വിൽ ബി പ്രിലിംസ് ആയിട്ടുള്ള ഫാക്ച്വൽ സാധനം ഉണ്ടാവും വിച്ച് യു വോണ്ട് ഗെറ്റ് ഇൻ പ്രിലിംസ് മെറ്റീരിയൽ. ഓക്കെ, സോ ദാറ്റ്സ് വൈ. സോ ജസ്റ്റ് ബേസിക്സ് ഓഫ് സെൻസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആണ് അല്ലെ ക്യാബിനറ്റ് പൊളിറ്റിക്കൽ ഹെഡ് ചെയ്യുന്ന പ്രൈം മിനിസ്റ്റർ ആണ്. സെഡ് ദാറ്റ് അപ്കമിങ് സെൻസസിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കാസ്റ്റ് സെൻസസ് നടത്താൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ കൺസെൻസ് വന്നു. ഇനിഷ്യലി ഇറ്റ് വാസ് ഡിമാൻഡഡ് ബൈ ഓപ്പോസിഷൻ. നൗ ദ പ്രൈം മിനിസ്റ്റർ ഓൾസോ agreed with the, or the cabinet committee on political affairs is agreed with the caste census. So before that, what is census basically? Before we study into caste census, what is census? Census എന്ന് പറഞ്ഞാൽ എന്താ? Total number of population. It's an enumeration of people, total population. It's just an exercise of enumeration of people. It is an annual, it is a decennial enumeration. So last census എപ്പോഴാണ് നടന്നിട്ടുള്ളത്? 2011. 2021 എന്താ നടന്നിട്ടില്ല? സെൻസസ് നടന്നിട്ടില്ല ബിക്കോസ് ഓഫ് കോവിഡ്. സോ സെൻസസ് ആസ് എ സബ്ജക്ട് comes under the യൂണിയൻ സബ്ജക്ട് ആണ് അണ്ടർ 7th schedule. സോ അണ്ടർ 7th schedule യൂണിയൻ സബ്ജക്റ്റിന് അണ്ടറിലാണ് സെൻസസ് ആസ് എ സബ്ജക്ട് വരുന്നത്. സോ സെൻസസ് ഈസ് നത്തിങ് ബട്ട് എ പോപ്പുലേഷൻ ബേസ്ഡ് എനുമറേഷൻ, ആൻഡ് ഇറ്റ് ഈസ് എ ലാർജ് സ്കെയിൽ ഡാറ്റ. എവറി 10 years നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കണ്ടക്ട് ചെയ്യാറുണ്ട്. ഹു ഈസ് ദ റെസ്പോൺസിബിൾ പേഴ്സൺ? It is Registrar General and Census Commissioner of India. Registrar General, this is prelims conduct basically, and this is also important for some answers in mains also. Registrar General and Census Commissioner of India ആണ് കണ്ടക്ട് ചെയ്ത് അണ്ടർ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ഓക്കെ, രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് ചെയ്യുന്നത് സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത് അണ്ടർ ദി സെൻസസ് ആക്ട് ഓഫ് 1948. അണ്ടർ ദി സെൻസസ് ആക്ട് ഓഫ് 1948. സെൻസസ് ആക്ട് 1948 എന്ത് ചെയ്യുന്നത്, സ്റ്റഡി സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി വാട്ട് ഈസ് എ കാസ്റ്റ് സെൻസസ്? ബേസിക്കലി കാസ്റ്റ് സെൻസസ് ഇസ് നത്തിങ് ബട്ട് എന്താണ്, മറ്റേത് എനുമറേഷൻ ഓഫ് പീപ്പിളിന്റെ പോപ്പുലേഷൻ ആണെങ്കിൽ കാസ്റ്റ് സെൻസസ് ഇസ് എ സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് data on individuals caste identities during the national population census. നാഷണൽ പോപ്പുലേഷൻ സെൻസസിന്റെ കൂടെ എന്ത് ചെയ്യുന്നു, കാസ്റ്റ് ഐഡന്റിറ്റി കൂടി നമ്മൾ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ
കാസ്റ്റ് സെൻസസ് എന്ന് ബേസിക്കലി പറയുന്നത്. സോ കാസ്റ്റ് എന്യൂമറേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ദ ഫീച്ചർ ഓഫ് കാസ്റ്റ് എന്യൂമറേഷൻ അല്ലെങ്കിൽ റെഗുലർ കളക്ഷൻ ഓഫ് കാസ്റ്റ് ഡാറ്റ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? ബ്രിട്ടീഷിന്റെ പീരീഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാസ്റ്റ് സെൻസസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി കാസ്റ്റ് സെൻസസിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1881 നമ്മളെ ഫസ്റ്റ് സെൻസസ് വരുന്നത് അല്ലെ. ഈ 1881 തൊട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാസ്റ്റ് സെൻസസ് കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഫ്രം 1881 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാസ്റ്റ് സെൻസസ് അപ് ടു 1931. സോ 1881 തൊട്ട് 1931 വരെ along with the census ബ്രിട്ടീഷേഴ്സ് കണ്ടക്ടഡ് കാസ്റ്റ് സെൻസസ് ഓൾസോ നടത്തിയിട്ടുണ്ട് കേട്ടോ. സോ പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ്ഗസ്റ്റ് പ്രോബ്ലം വിത്ത് ദിസ് കാസ്റ്റ് സെൻസസ് ഈ സമയം നടക്കുന്ന സമയത്ത് എല്ലാ 10 വർഷം കൂടുമ്പോഴും ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യുന്നത്, കാസ്റ്റ് സെൻസസ് നടത്തുമ്പോൾ പീപ്പിൾ വെയർ ഹാവിംഗ് ദ ഫിയർ. എന്തായിരുന്നു പീപ്പിളിന്റെ ഫിയർ എന്ന് പറയുന്നത്? എന്തിനായിരിക്കും പീപ്പിൾ പേടിക്കുന്നത് കാസ്റ്റ് സെൻസസ് നടത്തുമ്പോൾ, ബ്രിട്ടീഷേഴ്സ് കാസ്റ്റ് സെൻസസ് നടത്തുമ്പോൾ? വൺ തിങ് ദേ ഫിയർ ദാറ്റ് ഇതേ ഡാറ്റ അവർക്ക് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് യൂസ് ചെയ്യുമോ എന്നുള്ളൊരു പേടി അവർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതുപോലെ അതും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ no caste, nobody wanted to rank their caste in a lower ranking. For example, if I am identified as SC, I don't want to identify as SC. കാരണം എന്താണ്, that will lead to exploitation. So nobody wanted to rank their caste in a lower ranking caste ആയിട്ട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല ആർക്കും. nobody wanted to claim a lower rank. So mostly ഈ സെൻസസ് ഡാറ്റ എടുക്കുമ്പോൾ എങ്ങനെയാണ് കാസ്റ്റ് ഐഡന്റിറ്റി എടുക്കുക? നമ്മളോട് വന്ന് ചോദിക്കും ഏതാ കാസ്റ്റ്. അപ്പൊ നമ്മൾ ഏത് കാസ്റ്റ് പറയുന്നു അതാണ് കാസ്റ്റ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മളോട് ചോദിക്കും ഏതാ കാസ്റ്റ്, നമ്മൾ ഏതെങ്കിലും കാസ്റ്റ് പറയുകയാണെങ്കിൽ അതായിരിക്കും അവർ രേഖപ്പെടുത്താൻ പോകുന്ന കാസ്റ്റ്. ഈ കാസ്റ്റ് ഉണ്ടോ ഇല്ലോ എന്ന് പോലും ആർക്കും അറിയില്ല. ഈ എന്യൂമറേറ്റ് ചെയ്യാൻ വരുന്ന ആളുകൾക്കും ഇതിനെപ്പറ്റി കാസ്റ്റ് ലിറ്ററസി ഒന്നും ഇല്ല ഇവർക്ക്. ഓക്കെ, സോ വാട്ട് ഈസ് ഹാപ്പൻ ദാറ്റ് പീപ്പിൾ സ്റ്റാർട്ടഡ് ക്ലെയിമിംഗ് ഹയർ കാസ്റ്റ്. സോ ബ്രിട്ടീഷേഴ്സ് സെൻസസ് എടുക്കാൻ വരുന്നത് പീപ്പിൾ സ്റ്റാർട്ടഡ് ക്ലെയിമിംഗ് ഹയർ കാസ്റ്റ് ആൻഡ് ദിസ് ലെഡ് ടു ദി സാൻസ്ക്രിതൈസേഷൻ. വാട്ട് ഈസ് സാൻസ്ക്രിതൈസേഷൻ? ലോവർ കാസ്റ്റ് പീപ്പിൾ എന്ത് ചെയ്യുന്നു, ലോവർ കാസ്റ്റ് പീപ്പിൾ ക്ലെയിമിംഗ് ദി ഹയർ കാസ്റ്റ് സ്റ്റാറ്റസ് വിച്ച് ലീഡിംഗ് ടു സോഷ്യൽ mobility. That is why M.N. Srinivas, an Indian sociologist, himself said that caste is a tool for social mobility in India. Okay, you can rightly quote optional മാത്രമല്ല എന്ത് ചെയ്യണം, നിങ്ങൾക്ക് മെയിൻസിന്റെ ഒരു ആൻസർ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, M.N. Srinivas, because their thing ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, ഇപ്പൊ ആർട്ടിക്കിൾ ന്യൂസിലൊക്കെ ഇവരെ തോട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ ആർട്ടിക്കിൾ ന്യൂസ് പേപ്പറിൽ കാണാൻ പറ്റും. M.N. Srinivas എന്ത് പറഞ്ഞിട്ടുണ്ട്? കാസ്റ്റ് ഈസ് എ ടൂൾ, സെൻസസ് ഈസ് എ ടൂൾ ടു ക്ലെയിം Sanskritization or higher status. So Sanskritization is a concept given by M.N. Srinivasan. So caste എന്ത് ചെയ്യുന്നുണ്ട്, census എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ ഒരു ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഫോർ സോഷ്യൽ മൊബിലിറ്റി. സോ സെൻസസ് വാസ് യൂസ്ഡ് ആസ് an instrument of social mobility as per M.N. Srinivas. During that period 1881 to 1931 census is used as a tool for social mobility. Okay, so സെൻസസ് എന്ത് ചെയ്തു, സോഷ്യൽ മൊബിലിറ്റി വേണ്ടിയിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. സിൻസ് പീപ്പിൾ ആർ ആസ്കിംഗ് ഫോർ ഹയർ സ്റ്റാറ്റസ്. ലാസ്റ്റ് കാസ്റ്റ് സെൻസസ് നടന്ന എപ്പോഴാന്ന് ഞാൻ പറഞ്ഞു, 1931. 1941 സെൻസസ് നടന്നിട്ടുണ്ടോ? ഡാറ്റ പുറത്തു വന്നിട്ടില്ല. വാട്ട് ഹാപ്പൻ? ബിക്കോസ് ഓഫ് വേൾഡ് വാർ സെക്കൻഡ് അല്ലെ. വേൾഡ് വാർ സെക്കൻഡ് ആയതുകൊണ്ട് ഇവിടെ എന്ത് വന്നിട്ടില്ല, സെൻസസ് ഡാറ്റ. സോ 1941 സെൻസസ് എടുത്തു, ബട്ട് ദേ നെവർ കംപ്ലീറ്റഡ് ദ സെൻസസ് ബിക്കോസ് ഓഫ് ദ വേൾഡ് വാർ. പിന്നെ 1951 ആയപ്പോൾ എന്ത് ചെയ്തു, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. സോ ഫ്രം 1951 നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഡൺ അവേ വിത്ത് കാസ്റ്റ് സെൻസസ് എക്സെപ്റ്റ് ഫോർ SC and ST. ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യുന്നില്ല, കാസ്റ്റ് സെൻസസ് എടുക്കുന്നില്ല. ബട്ട് ഓൺലി SC and ST നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഗവൺമെന്റ് സ്റ്റോപ്ഡ് എന്യൂമറേറ്റിംഗ് കാസ്റ്റ് സെൻസസ് എക്സെപ്ഷൻ ഗിവൺ ഫോർ SC and ST. SC and ST മാത്രം കാസ്റ്റ് സെൻസസ് നമ്മൾ എടുക്കുന്നുണ്ട്, ഇപ്പോഴും എടുക്കുന്നുണ്ട്. ഈവൻ 2011 നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ബാക്കി OBC ബാക്കി കമ്മ്യൂണിറ്റിന്റെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, കാസ്റ്റ് സെൻസസ് നമ്മൾ എടുക്കുന്നില്ല. വി സ്റ്റോപ്പ് ടേക്കിംഗ് കാസ്റ്റ് സെൻസസ് ഫ്രം 1951 എന്ത് ചെയ്യുന്നു, എക്സെപ്റ്റ് ഫോർ SC and ST. ബട്ട് ദ മേജർ ഡെവലപ്മെന്റ് ഹാപ്പൻഡ് ഇസ് ദാറ്റ് 1961 ആയി കഴിഞ്ഞപ്പം സെൻട്രൽ ഗവൺമെന്റ് സെഡ് ടു സ്റ്റേറ്റ് ഗവൺമെന്റ് ദാറ്റ് ഇഫ് എ സ്റ്റേറ്റ് ഗവൺമെന്റ് വാണ്ടഡ് ടു ടേക്ക് കാസ്റ്റ് സെൻസസ് ദേ ക്യാൻ ഗോ ഫോർ ഇറ്റ്. സോ ബേസ്ഡ് ഓൺ എന്ത് ചെയ്യാൻ പറ്റും, സെൻട്രൽ ഗവൺമെന്റ് കാസ്റ്റ് സെൻസസ് എടുക്കുന്നില്ല. ബട്ട് ഇഫ് എ സ്റ്റേറ്റ് ഈസ് ഗോയിങ് ഫോർ എ കാസ്റ്റ് സെൻസസ് ദേ ക്യാൻ ഗോ ഫോർ ഇറ്റ്. ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് ബീഹാർ വെന്റ് ഫോർ കാസ്റ്റ് സെൻസസ്, കർണാടക വെന്റ് ഫോർ caste census, and even Telangana also conducted a caste survey and caste census. Okay, so in 1961 central government notified to the state government that they are free to conduct caste census. Okay, 1961 il endu chedu, they are free to conduct caste census. So 1961 states are free to conduct the caste census. So this is basically endana kind of നമുക്ക് പറയാൻ പറ്റും, ഇറ്റ്സ് എ ബാക്ക്ഗ്രൗണ്ട്.
എവല്യൂഷൻ ഓഫ് കാസ്റ്റ് സെൻസസ്. കാസ്റ്റ് സെൻസസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. ആൻഡ് വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് കാസ്റ്റ് സെൻസസ്? എന്തിനാണ് നമ്മൾ കാസ്റ്റ് സെൻസസ് ബേസിക്കലി നടത്തുന്നത്? ഒബ്ജക്റ്റീവ് എന്താണ് കാസ്റ്റ് സെൻസസിന്റെ? ബേസിക്കലി ദ ഒബ്ജക്റ്റീവ് ഓഫ് കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്നത് എന്താണ്? ടു ഐഡന്റിഫൈ ദി ബാക്ക്വേർഡ് ആയ ആളുകളെ ഐഡന്റിഫൈ ചെയ്യുക. സോഷ്യോ എക്കണോമിക് ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർ ആണോ നോക്കണം നമുക്ക്. ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു? റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്, അഫർമേറ്റീവ് ആക്ഷൻസ് കൊടുക്കുന്നുണ്ട്, ബേസ്ഡ് ഓൺ കാസ്റ്റ് നമ്മൾ റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. ഈസ് ഇറ്റ് റീച്ചിങ് ദ റിയൽ പീപ്പിൾ ഓർ ഈസ് ഇറ്റ് ഹെൽപ്പിംഗ് ദം? ഈസ് ദർ എനി സോഷ്യൽ മൊബിലിറ്റി ഓർ is there only one group is getting all the benefit and another group is denied of the benefit? ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? We need to conduct the caste based census. So to aim to understand the socio economic distribution of various caste group to inform politics. അതേപോലെ തന്നെ നമുക്കൊരു പോളിസി ഉണ്ടാക്കണം. ഇപ്പൊ നമ്മൾ കാസ്റ്റ് ബേസിൽ ഒരുപാട് പോളിസി ചെയ്യുന്നുണ്ട്, ബട്ട് വി ആർ ഡൂയിങ് വിത്തൗട്ട് എനി പ്രോപ്പർ ഡാറ്റ. അതിന്റെ പ്രോബ്ലം എന്താണ്? നമ്മളിപ്പോൾ ഏത് ഡാറ്റ ഉപയോഗിക്കുന്നത്? 1931 എന്ത് ഡാറ്റയാണോ ബ്രിട്ടീഷേഴ്സ് തന്നിട്ടുള്ള ഡാറ്റ, ബേസ്ഡ് ഓൺ ദാറ്റ് ആണ് സ്റ്റിൽ വി ആർ മേക്കിംഗ് പോളിസി. ബട്ട് പോപ്പുലേഷൻ ഓഫ് 1931 ആൻഡ് 2025 വ്യത്യാസം എന്താണ്? ഇറ്റ്സ് മൾട്ടിപ്ലൈഡ് മെനി ടൈംസ് അല്ലേ? അപ്പം അത്രയും ഡിഫറൻസസ് എന്തുണ്ടാവും? നമ്മുടെ പോളിസിയിൽ ടാർഗറ്റിങ്ങിനെ അത് ബാധിക്കും. സോ പ്രോപ്പർ പോളിസി ഇംപ്ലിമെന്റേഷൻ എന്ത് വേണം? വി നീഡ് എ ഡാറ്റ ഡ്രിവൻ പോളിസി ചെയ്യണമെന്നുണ്ടെങ്കിൽ എ പോളിസി ഷുഡ് ബി ഡാറ്റ ഡ്രിവൻ. To a policy should be data driven ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രോപ്പർ ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻ, ഡാറ്റ പ്രോഗ്രാംസ് നമുക്ക് വേണം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പക്ഷെ നമ്മൾ വേറൊരു സെൻസസ് കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയായിരുന്നു. അതിന്റെ പേരാണ് സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ്. കേട്ടിട്ടുണ്ടോ? In 2011 we conducted a socio economic caste census. Socio economic caste census എന്ന് പറയും. സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് ഇൻ 2011 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കാസ്റ്റ് സെൻസസിന്റെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഈ ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്തത്? വി ആർ ആക്ച്വലി കളക്ടഡ് ദ ഡാറ്റ ഫ്രം കാസ്റ്റ് ഡാറ്റ. എന്ത് ചെയ്തിട്ടുണ്ട്? സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടില്ല? ഇതുവരെ ഇതിന്റെ ഡാറ്റാസ് പുറത്തു വിട്ടിട്ടില്ല. ആൻഡ് ഗവൺമെന്റ് ഇറ്റ് സെൽഫ് ടു ദ റിപ്ലൈ ടു സുപ്രീം കോർട്ടിൽ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ദിസ് ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇറ്റ് ഈസ് cannot be trusted, cannot be verified. There is a problem with the data accuracy. You know why? Because in socio-economic caste census in 2011, do you know how many castes are there in India? Any guess? 100? 1000 guess. So as per socio-economic caste census, it says that India has 46 lakh caste. So different people saying whatever they wanted. When survey ki venna samayathu what is your caste, they will say something they will make up some caste. So India has lot of caste, subcaste, jati, all are there. But the thing is that 46 lakhs caste are in the 46 caste as reported by the socio-economic caste census. So government itself said that to Supreme Court that this data cannot be reliable data. So this data cannot be used. That is why government is not released this particular data, but using the socio-economic conditions in the government policy ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തതാണ് socio-economic caste census of 2011 വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്തുണ്ട്? നമുക്ക് കൃത്യമായിട്ട് ഈ ഡാറ്റയെ വെരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഡാറ്റ എന്താണ്? നോട്ട് യൂസബിൾ ഡാറ്റയാണ്. സോ ദാറ്റ് ഈസ് വൺ ഇഷ്യൂ. ബട്ട് ഹവർ കാസ്റ്റ് ഡാറ്റ എന്ത് ചെയ്യണം? രണ്ട് ആർഗ്യുമെന്റ് വേണം എന്നുള്ള ആർഗ്യുമെന്റ് ഉണ്ട്, വേണ്ട എന്നുള്ള ആർഗ്യുമെന്റ് ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും? വൈ കാസ്റ്റ് സെൻസസ് ഷുഡ് ബി കണ്ടക്ടഡ്? ആർഗ്യുമെന്റ് ഫോർ. ഈ ആർഗ്യുമെന്റ് ഫോറിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് എന്ത് രീതിയിൽ ഈ പോയിന്റ്സ് എന്ത് ചെയ്യാൻ പറ്റും. നമുക്ക് കാസ്റ്റിന്റെ ഡാറ്റ കളക്ഷന്റെ ആവശ്യകത, കാസ്റ്റ് റെക്കഗ്നൈസിന്റെ ആവശ്യകത, വർണബിൾ സെക്ഷന്റെ ആവശ്യകത, ഇതിലൊക്കെ ഈ പോയിന്റ്സ് തന്നെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത് കേട്ടോ. സോ ആർഗ്യുമെന്റ് ഫോർ. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് കാസ്റ്റ് സെൻസസ് ചോദിച്ചാലും ഈ ആർഗ്യുമെന്റ് ഫോർ തന്നെയാണ്. മനസ്സിലായോ? ഹെഡിങ് മാറുന്നു, അതിനനുസരിച്ച് നിങ്ങൾ ആൻസറിനെ പ്ലേസ് ചെയ്യുന്നു മാത്രമേ മാറുള്ളൂ. സോ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഫാക്ടർ ഈസ് ദാറ്റ് എന്താണ്? അറ്റ് പ്രസന്റ് നമ്മൾ ഏത് ഡാറ്റയാണ് യൂസ് ചെയ്യുന്നത്? ദ ഡാറ്റ ഓഫ് 1931. സോ to have a proper policy mechanism, what we need? A data driven policy mechanism. So 1931 data എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്ഡേറ്റഡ് ഡാറ്റ. വി നീഡ് എ വെരി അപ്ഡേറ്റഡ് റീസെന്റ് ഡാറ്റ എന്ത് ചെയ്യണം? നമുക്ക് വേണം. എന്നാൽ എന്ത് ചെയ്യുള്ളൂ? ബെറ്റർ ടാർഗറ്റിംഗ് നമുക്ക് നടത്താൻ പറ്റുള്ളൂ. സോ ദർ ഇസ് ആൻ ആബ്സെൻസ് ഓഫ് കോംപ്രഹെൻസീവ് ഡാറ്റ ഫ്രം 1931. Okay, even you can know that 1990s Mandal Commission, 1980s Mandal Commission used the 1931 data. ആ ഡാറ്റ പ്രകാരമാണ് എന്ത് പറയുന്നത്? ദർ ഈസ് എ മണ്ഡൽ കമ്മീഷൻ പ്രകാരം ഇന്ത്യയിൽ എത്ര പോപ്പുലേഷൻ ഉണ്ട്? OBC എന്ന് പറയുന്നത് 52% ആണ് എന്തെന്ന് പറയുന്നത് OBC പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പക്ഷെ റീസെന്റ് ബീഹാറിൽ എന്ത് ചെയ്തു? കാസ്റ്റ് സർവേ നടത്തി 2023. 63% ആണ് ബീഹാറിലെ OBC പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സോ ദർ ഈസ് എ ഹ്യൂജ് ഡിസ്പാരിറ്റി ഓഫ് ഡാറ്റ. ഓക്കെ, സോ പഴയ ഡാറ്റയിൽ, ഔട്ട്ഡേറ്റഡ് ഡാറ്റയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിലേ ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് എ വൺ റിക്വയർമെന്റ് ഫോർ എ പ്രോപ്പർ കാസ്റ്റ് ഡാറ്റ.
And there is also demand for subcategorization of reservation. Okay, especially in the OBC in subcategorization, especially a commission appointed, that is Rohini Commission in 2017, which recommended a subcategorization of OBC. So OBC le korchu benefits in the dominant group and the caste and so we need to ensure that there is a subcategorization. And resilience of reliance on outdated data lead to a problem of guesstimation. What is guesstimation? Normally, how we take data, we estimate, but we can't estimate because there is no data. So this is this many population will be there. That is called as guesstimation. So what is happening is that since we do not have a proper data for the policy requirement, now what the government doing? We are guesstimation. We are guessing the data. So there will be a problem with the guessing of data. Okay. And there is another need that there is a national political consensus. At present, both opposition and the central government ruling party agree that we need a caste census. So there is a national consensus. People demanding for a caste-based data. Okay. And also, with respect to politics, India the caste-based politics are India basically caste-based vote bank and caste-based vote bank, caste-based data demand. And another reason is that according to Satish Deshpande, he is an Indian sociologist. So he written in an article. So Satish Deshpande said that in India, caste politics moved from aggregation to disaggregation. In India, caste politics moved from aggregation to disaggregation. What does it mean? Aggregation to disaggregation means basically initially in 1950s and 60s, castes came together. They came together and they aggregate for gaining political power. Now they don't want to come together. They are going for disaggregation to get subcategorization. So earlier to get the reservation, caste came together. So from Indian politics, earlier caste came together. There was an aggregation of caste. At present, there is a disaggregation of caste and caste is moving away. This same content can be used in GS2 caste-based politics in the point Satish Deshpande quote എഴുതാൻ പറ്റും. സോ ആ രീതിയിൽ എന്ത് ചെയ്യാം പല സ്ഥലത്തേക്ക് ഇതിനെ എഴുതാം കേട്ടോ. അത് ഞാൻ ഇപ്പൊ പറഞ്ഞു പോകാനുള്ള കാരണം വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. So aggregation to disaggregation, earlier caste and the caste came together to gain the political power. Now the caste is disaggregating to gain the political power. That is subcategorization. People demanding subcategorization. Okay. So, and conducting the caste census also ensure that there is a democratic accountability. How democratic accountability? Because we are ensuring affirmative action. We need to take a socio-economic caste census or caste data. ഇവിടെ സോഷ്യൽ മൊബിലിറ്റി വന്നിട്ടുണ്ടോന്നുണ്ടെങ്കിൽ അപ്പൊ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോന്നുള്ളതിന് ഒരു സോഷ്യൽ ഓഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വി നീഡ് ടു ഹാവ് എ കാസ്റ്റ് ബേസ്ഡ് ഡാറ്റ. സോ സോഷ്യൽ ഓഡിറ്റ് നീഡ് ടു ബി ഡൺ. ഓക്കെ. ആൻഡ് ദർ ഇസ് അനദർ പ്രോബ്ലം, ദർ ഇസ് ഇൻകൺസിസ്റ്റൻസി വിത്ത് കാസ്റ്റ് സർവേസ്. നമ്മൾ ഗവൺമെന്റിന്റെ ഡാറ്റ പ്രകാരം ഈവൻ മണ്ഡൽ കമ്മീഷൻ പറയുന്നത് 52% ആണ് OBC ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. ബീഹാറിൽ തന്നെ എത്രയുണ്ട്? 63% ആണ് അവർ കാസ്റ്റ് സെൻസസ് എടുത്തത്. റീസെന്റ് കർണാടക ഓൾസോ കണ്ടക്ടഡ് കാസ്റ്റ് സെൻസസ്. ഇറ്റ് സേസ് ദാറ്റ് 69% ആണ് ടോട്ടൽ OBC ഇൻ കർണാടക. കർണാടകയിലെ ഏറ്റവും വലിയ ഡൊമിനന്റ് കാസ്റ്റ് ആരൊക്കെയാണ്? ലിംഗായത്ത് ആൻഡ് വോക്കലിംഗാസ് ആണ്. ഓക്കെ, ലിംഗായത്ത് കാസ്റ്റ് ആൻഡ് വോക്കലിംഗാസ് ആർ ദ ഡൊമിനന്റ് കാസ്റ്റ്. പക്ഷെ ഈവൻ ലിംഗായത്തും വോക്കലിംഗാസും വോക്കലിംഗാസ് ആർ കൂർഗ് പീപ്പിൾ. വോക്കലിംഗാസും ലിംഗായത്തും ബേസിക്കലി അവരെ കാസ്റ്റ് ഇപ്പോഴത്തെ ഈ കാസ്റ്റ് സർവേ കർണാടക എടുത്തു നോക്കുമ്പോൾ അവരുടെ പോപ്പുലേഷൻ ഡിക്ലൈൻഡാ. സോ ദേ വേർ ആക്ച്വലി ദ ഡൊമിനന്റ് കാസ്റ്റ്. അപ്പൊ എന്ത് ചെയ്യണം? ബാക്കിയുള്ള കാസ്റ്റിന് റിസർവേഷൻ പോകണം. സോ ഡാറ്റയിൽ എന്തുണ്ട്? ഭയങ്കര ഡിസ്പാരിറ്റി ഉണ്ട്. കർണാടക ഗവൺമെന്റ് ഇറ്റ്സെൽഫ് ചെയ്താൽ ഒരു ഡാറ്റ പഠിച്ചാൽ മതി, ഒന്നെങ്കിൽ ബീഹാർ പഠിക്കാം. ദർ ഇസ് നോ യൂസ് ഓഫ് സ്റ്റഡിങ് ദ സെയിം കൈൻഡ് ഓഫ് ഡാറ്റ. രണ്ടും പഠിക്കേണ്ടതല്ല. ഐദർ യു സ്റ്റഡി ബീഹാർ ഓർ കർണാടക. സോ സിൻസ് യു ബി നോയിങ് ലോട്ട് ഓഫ് കേരള ഡാറ്റ, യു സ്റ്റഡി ബീഹാർ. ഒരു നോർത്തേൺ ഡാറ്റ പഠിക്കുന്നതാണ്. സോ ബീഹാർ 63% ഓഫ് OBC ആർ there. ഓക്കെ. Even Karnataka 69% OBC. So there is a disparity between data. So we need to have a uniform data. But there are arguments against with respect to caste census. One issue is that this will lead to deepening
social division. When you are identifying the caste again, there is a chance that society will again divide on the basis of caste. And നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പെട്ടെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് കാസ്റ്റ് ബേസ്ഡ് ടോക്കും ഡിസ്കസ് ഇൻ ദി സൊസൈറ്റി റീസർച്ച് അല്ലെ. ദർ ഇസ് എ റീഎമർജൻസ് ഓഫ് കാസ്റ്റ്. കാസ്റ്റിനെ പറ്റി കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. കേരളത്തിൽ കാസ്റ്റിനെ പറ്റി കൂടുതൽ സംസാരിക്കാൻ കാരണം വേടനായിരിക്കാം. പക്ഷെ നാഷണൽ ലെവലിൽ എന്ത് ചെയ്യുന്നുണ്ട് കാസ്റ്റിനെ പറ്റി കൂടുതൽ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി. ദർ ഇസ് എ റീഎമർജൻസ് ഓഫ് ടോക്ക് അബൌട്ട് കാസ്റ്റ്. So there is a concern that this can be leading to a deepening of social divide in the society. That may lead to a problem. This social deepening of social divide or polarization of society into based on caste. So the critics also argue that anyway India is caste entrenched. In India, caste is entrenched. That means caste is completely, the people are completely covered with caste. There is a caste is a reality in India. So in India, caste is an entrenched caste conscious. So caste നമ്മൾ identify ചെയ്താലും ഇല്ലെങ്കിലും എന്തുണ്ട് caste is existing in India. So it is better to identify and resolve the issue rather than neglecting the issue. Okay, because India is a caste entrenched society. So caste is there in our society. So whether you are identified or not. And second problem challenge is that it may lead to political fragmentation, because even the recent studies with respect to how caste strong in India, recent study of marriage shows that 90% of the marriage, even in India, still happen within the caste. So 90% of the marriage happens within the caste. All the arranged marriages will be happening only from the caste only. So 90% of the marriages happening within the caste based on. So another problem that this will lead to political fragmentation. Eങ്ങനെയാണ് political fragmentation? There will be, once you identify that you are more number, you will go for demanding, or your number is less, you will go for demanding more reservation, more quota. Already our reservation is breached the 50% ceiling given under Indira Sonai case. 50% ceiling limit നമ്മൾ breach ചെയ്തു അല്ലേ. Already ഇപ്പം എന്താണ് EWS വരുമ്പോൾ 60% reservation ഉണ്ട്. In some state like Tamil Nadu has 69% reservation. So now people will start more reservation. So again, there will be chances of political fragmentation, because there will be demand for quota within the quota and subclassification and more, kind of caste-based demands varanula chance ഉണ്ട്. And issue of proportional representation, then there will be, like as I said that, Mandal Commission and the 51% cap എന്ത് ചെയ്തു, ഈ proportional representation മാറ്റേണ്ടി വരും. 51% ceiling എന്ത് ചെയ്യേണ്ടി വരും, ഓൾറെഡി ബ്രീച്ച്ഡ് ആണ്. പക്ഷെ എന്ത് ചെയ്യും, വീണ്ടും അതിന്റെ ഡിമാൻഡ് മാറും, ബിക്കോസ് ഓൾറെഡി 69% ഓഫ് പീപ്പിൾ പല സ്റ്റേറ്റിൽ എന്താണ് OBC ആണ്. ദാറ്റ് മീൻസ് യു നീഡ് മോർ റിസർവേഷൻ കൊടുക്കേണ്ടി വരുന്ന രീതിയിലേക്ക് മാറും. ആൻഡ് again there will be a re-emergence of caste based discuss in the people. So there will be more discussion അതെന്ത് ചെയ്യും, സൊസൈറ്റിനെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. Okay, but there are kind of challenges also. Why we need that caste based means caste census? We need to ensure that there is a data driven target intervention ആയിരിക്കണം. And we also ensure that there should be intra group equity എന്ത് ചെയ്യണം, നമുക്ക് എൻഷുർ ചെയ്യണം. Not only inter group, there should be intra group equity എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. സോ ഇത് അഡ്രസ് ചെയ്യണമെന്നില്ല എന്ത് ചെയ്യണം. അതുപോലെ തന്നെ കാസ്റ്റ് പ്രിവിലേജസ് ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്, ഹൂ ഈസ് ഗെറ്റിംഗ് ഓൾ ദ ബെനിഫിറ്റ്സ് ഓഫ് ആർ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളതും അതിന്റെ നീഡാണ്. ഇനി ചലഞ്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വൺ ഓഫ് ദ പ്രോബ്ലം ഇസ് ദാറ്റ് ദർ ഇസ് നോ സ്റ്റാൻഡർഡൈസ്ഡ് ലിസ്റ്റ് ഓഫ് കാസ്റ്റ് ഇൻ ഇന്ത്യ. ബിക്കോസ് കാസ്റ്റ് സെൻസസ് ഗവൺമെന്റ് ഇസ് ഓൾറെഡി സ്റ്റോപ്ഡ്, but we do not have complete comprehensive list of caste. And who is going to take the census? It is basically teachers, and they are caste illiterate, or they do not have the minimal literacy of caste. They will be knowing 5 castes, Nayar, Brahmana, but there are subcastes, there are Janjati, different castes. So people do not know, they do not know the caste is there or not. So somebody say that I am from this caste, you will simply they will simply write that okay this is, they do not know whether to verify that particular data. So socio-economic caste census നടന്ന പ്രോബ്ലം വീണ്ടും സംഭവിക്കാം. 46 lakhന്റെ മുകളിൽ ചിലപ്പോൾ എന്ത് ചെയ്യേക്കാം, ഇനി അടുത്ത സെൻസസ് വരുമ്പോൾ കാസ്റ്റ് വരും. സോ this logistical complexity, there is lack of standardized caste based list is a problem. So as example, socio-economic caste census itself reported that there is a 46 lakh different castes in India എന്നുള്ളതാണ്. ആൻഡ് ക്ലാസിഫിക്കേഷനിൽ തന്നെ ഡിഫറെന്റ് കാസ്റ്റ് എന്താണ്, ഡിഫറെന്റ് സ്റ്റേറ്റിൽ വ്യത്യാസമാണ്. ഫോർ എക്സാമ്പിൾ, സം കാസ്റ്റ് ഈസ് കൺസിഡർ ആസ് SC ST, അതർ സ്റ്റേറ്റിൽ അതെന്തായിരിക്കും, ചിലപ്പോൾ ഡൊമിനന്റ് കാസ്റ്റ് ആയിരിക്കും, OBC ആയിരിക്കും. വേറെ സ്ഥലത്ത് അവർക്ക് എന്തായാലും OBC ആയിരിക്കില്ല, ജനറൽ കാസ്റ്റ് ആയിരിക്കും. സോ കാസ്റ്റ് ക്ലാസിഫിക്കേഷൻ സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് എന്ത് ചെയ്യും, മാറും. ഫോർ എക്സാമ്പിൾ, മീന ഗ്രൂപ്പ്, മീന ആർ വെരി ഫേമസ് ഫോർ വൺ തിങ്, എന്താണ്,
to get into the UPSC list. So whenever you check the MENA, just search the UPSC PDF, you will get lot of MENAs. So our job is padikya, UPSC padikya. Most of the people are from MENA caste and every kudumbathil oru IAS obstacle undam. So that much people are focused in the UPSC MENA caste. So they are having reservation, ST reservation. So what will happen is that they are ST in Rajasthan. They're getting the ST benefits in Rajasthan, but in other state they are just OBC. So there is a conflict, different classification across the state. So this community, that is again a problem, and lack of caste literacy for enumerated. And there is a problem of retribalization. What is retribalization? People earlier looking for Sanskritization. Now people do not want an upper caste status. You want a lower caste status to clear the UPSC examination. So somebody come, you are general category. You want to you want a reservation. Somehow you wanted to clear this examination. So you will identify yourself as a lower caste to get the affirmative action, to get the more socio-economic welfare schemes. So that's the benefits status they social mobility caste-based conflict they claimed for higher caste. Now there is much conflict. So our state and the socio-economic benefits. So now people wanted to identify that I am from a lower caste, so that I will get the benefits. So that will lead to retribalization. People will go to downside side of the caste system. Again, that will also leading to a challenge with respect to caste retribalization. Okay, and there is also problem with the data conflict between center and state. Center will be having different data and state will be having different data, because with respect to state also conducting caste survey and center also conducting. So there is a chance that center caste identify the state and the caste identify. So there is a conflict in between both the data. As Bihar conducted, Bihar you can write this, OBC and EBC, economically backward caste. OBC and EBC amounts to, I think it is there in note, right? Sorry. Economically backward caste amounts to 63% in Bihar. So there is a chance of conflict. Conducting caste survey in the conflict chances. So there are various Supreme Court judgment with respect to caste census. 63%. So important Supreme Court judgment first is Indira Sonai case. Indira Sonai case in the Indira Sonai case that to give reservation, one condition that there should be a quantifiable data. Wherever if you are wanted to give a reservation, you need to have a quantifiable data. But the problem with the quantifiable data, we do not have quantifiable data. Still, we are using 1931 data. Upon the Indira Sonai case, quantifiable data demand is that. Not only that, there is also ceiling limit of 50% given by Indira Sonai case. That is also related to caste. And even the recent caste case, that is Maratha reservation case of Supreme Court, also said that Maratha reservation case. In Maratha reservation case also, Supreme Court demanded that there should be a quantifiable data to claim reservation. Reservation demand, you need to show that there is a socio-economic background, backwardness. That data should be there. So court itself demanding a quantifiable data, so we need to conduct a socio-economic caste census. And another case is Devendra Singh case. So Devendra Singh case is related to SC's subcategorization. So under Devendra Singh case, Supreme Court allowed subcategorization of SC, but on the basis of quantifiable data. So here also we need data. So data data Supreme Court judgments committees Justice Rohini Commission in 2017. It is a committee appointed by Ramnath Govind. So it's recommended for a subcategorization of OBCs. So Rohini Commission and subcategorization. Okay. So these are the way forward you can write why we need to take a caste. Okay. And another viewpoints you can write that a scholar said that caste census does not create casteism. So caste census does not create casteism. It actually reveals it. Caste census does not create casteism. It is actually reveals it.
കാസ്റ്റ് എന്തുണ്ട്? ഓൾറെഡി ഉണ്ട്. ബട്ട് കാസ്റ്റ് സെൻസസ് എടുത്തതുകൊണ്ട് എന്താവില്ല? കാസ്റ്റിസം വരില്ല. പക്ഷെ ഉള്ള കാസ്റ്റിസം എന്ത് ചെയ്യാവുള്ളൂ? റിവീൽ ചെയ്യുള്ളൂ. സോ കാസ്റ്റ് സെൻസസ് ഡസ് നോട്ട് ക്രിയേറ്റ് കാസ്റ്റിസം, ഇറ്റ്സ് ആക്ച്വലി റിവീലിംഗ് ഇറ്റ്. ഓക്കെ. Another thinker, not thinker, it's a British anthropologist and former bureaucrat of British bureaucrat, J.H. Hutton, Hutton, Hutton. He was a British anthropologist and a British bureaucrat. In 1931, he was the Census Commissioner of India. So he was the person who conducted the census in 1931. So he's a British anthropologist basically. So he said that it is impossible to write down. It is impossible to get rid of. He said that it is impossible to get rid of any institution. It is impossible to get rid of any institutions by ignoring its existence. By ignoring its existence, like the proverbial ostrich. Like the proverbial ostrich. Like the proverbial ostrich. What is proverbial ostrich? Ostrich എന്താ ചെയ്യാ? തല മണ്ണിന്റെ അടിയിലിടും. Even whatever happens, you don't want to see the problem, you just wanted to hide from the problem. So like the proverbial ostrich, if you wanted to address the caste, you need to recognize there is a caste. So if you are not recognizing the existence of an institution, you're never going to get rid of. So the problem is that we are conducting caste census today. It is about, if only we conducted today, we can have a future where we don't want to conduct caste census. So അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? Through caste എന്ത് ചെയ്യണം? ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? Government also can facilitate social management approach of governance. Social management approach of governance. Social management approach of governance. So there is a proper socio-economic data ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റ എടുത്ത് നമുക്ക് ടാർഗറ്റ് ഇന്റർവെൻഷൻസ്, ഡെവലപ്മെന്റൽ വേരിയബിൾസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? നടത്തുന്നുണ്ടെങ്കിൽ. സോ വാട്ട് ഈസ് ഐഡിയ? ഗവൺമെന്റ് വാണ്ട് കാസ്റ്റ് സെൻസസ് ടു കണ്ടക്ട് ദി സോഷ്യോ മാനേജ്മെന്റ് അപ്രോച്ച് ഫോർ ദി ഗവർണൻസ്. ഗവർണൻസിൽ എന്ത് ചെയ്യണം? സോഷ്യോ മാനേജ്മെന്റ് അപ്രോച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാസ്റ്റ് സെൻസസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. സോ ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? കാസ്റ്റ് ഈസ് എ ഗുഡ് തിങ്, മീൻസ് കാസ്റ്റ് ഇസ് നോട്ട് എ ഗുഡ് തിങ്. കാസ്റ്റ് സെൻസസ് എന്താണ്? ഒരു ഡാറ്റ ഡ്രിവൺ പോളിസി മേക്കിങ്ങിന് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. What is the viewpoint of Ambedkar with respect to caste? You can conclude even with the Ambedkar viewpoint. As per Dr. Ambedkar, annihilation of caste. Caste should be completely eliminated from the society, and there should be completely social mobility should be there. So that is the viewpoint of Ambedkar. Okay. Clear or no? Write down a question. Explain how conducting a caste census. Explain how conducting a caste census. Explain how conducting a caste census. Explain how conducting a caste census impact the balance of power and politics. Impact the balance of power and politics. Impact the balance of power and politics of addressing caste-based inequality in India. Impact the balance of power and politics. Impact the balance of power and politics of addressing caste-based inequality in India. Caste-based inequality in India. 10 minutes. Write down. Ten minutes, 8 minutes. 10 minutes.
ഓൺലൈൻ ഓൾസോ എഴുതണേ, ആൻസർ എഴുതിച്ചോട്ടോ. ഒന്നും കൂടി ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും? ഓക്കെ. Explain how conducting a caste census, 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. Explain how conducting a caste census impact the balance. Explain how the conducting of caste census impact the balance of power. Impact the balance of power and the politics of addressing the caste census. And the politics of addressing the caste-based inequality in India. Power and politics of addressing caste-based inequality in India. കിട്ടിയോ ഓൺലൈൻ? ഓക്കെ സാർ, കിട്ടി. Three more minutes.
കഴിഞ്ഞോ ഓഫ്ലൈൻ? ഓക്കെ, എഴുതി കഴിഞ്ഞില്ല? ബാക്കി കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ. 7 മിനിറ്റ് 8 മിനിറ്റ് ഉള്ളിൽ എഴുതാൻ ലെവലിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ നിങ്ങൾ എഴുതി തുടങ്ങിയാലേ അവിടെ എത്തുള്ളൂ. മറ്റേ നിങ്ങൾ 15 മിനിറ്റ് 20 മിനിറ്റ് എഴുതിയിട്ട് കാര്യമില്ലല്ലോ. 7 മിനിറ്റിലേക്ക് എത്തി തുടങ്ങണം. സ്ലോലി ഇഫ് യു ഓൺലി സ്റ്റാർട്ട് പ്രാക്ടീസിങ് യു വിൽ റീച്ച് ദർ. ഇപ്പൊ എഴുതാൻ മനസ്സിലായില്ലേ? കണ്ടന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടും ഇറ്റ് വിൽ ബി വെറി ഷോർട്ട് ടൈം എടുക്കും ടു റീകോൾ ഇറ്റ്. ബട്ട് കണ്ടന്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും? നേരത്തെ നിങ്ങൾ എഴുതുന്നതിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ കണ്ടന്റിലേക്ക് വന്നിട്ടുണ്ടാവും. സം ഡാറ്റ യു റിമെമ്പർ. ഓക്കെ, സോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Might conducting a cast sense impact the balance of power and the politics of addressing the caste-based inequality in India, അല്ലേ? സോ ക്വസ്റ്റ്യന്റെ ബേസിക്കലി ക്വസ്റ്റ്യൻ ഇന്റർപ്രിട്ടേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിനകത്ത് ഇൻട്രൊഡക്ഷനിൽ എന്താണ് വരേണ്ടത്? എന്തെഴുതാൻ പറ്റും നമുക്ക്? കാസ്റ്റ് സെൻസസ് എഴുതുന്നതിനെക്കാട്ടും നല്ലത് എന്തുകൊണ്ട് ഇപ്പം കാസ്റ്റ് സെൻസസിന്റെ ഡിസ്കഷൻ വരുന്നു എന്നുള്ളതല്ലേ എഴുതുന്നത് നല്ലത്? അപ്പൊ നമുക്ക് ഇവിടെ കോണ്ടെക്സ്റ്റ് പറയുന്നതായിരിക്കും ബെറ്റർ ആവുക. എന്താണ് ഇവിടെ കോണ്ടെക്സ്റ്റ്? എന്താ context? You can write that recently cabinet committee on political affairs announced conducting a caste based census in India. എന്നിട്ട് അത് എങ്ങോട്ടായിട്ട് കണക്ട് ചെയ്യാം? വാട്ട് ഈസ് കാസ്റ്റ് സെൻസസ്? സെക്കൻഡ് പാർട്ട് അല്ലേ? എന്താണ് കാസ്റ്റ് സെൻസസ് എന്ന് ഡിഫൈൻ ചെയ്തൂടെ? കാസ്റ്റ് സെൻസസ് ആൻ എന്യൂമറേഷൻ ഓഫ് കാസ്റ്റ് ആൻഡ് സോഷ്യോ എക്കണോമിക് ഡാറ്റ ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ അലോങ് വിത്ത് സെൻസസ്. സോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ബോക്സ് വരച്ചിട്ട് എന്ത്, ഇവിടെ ഒരു കണക്റ്റിംഗ് പാരഗ്രാഫിൽ ചെറിയൊരു ബോക്സ് വരയ്ക്കാം. വരച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? 1981 കാസ്റ്റ് സെൻസസ് എന്ത് ചെയ്തിട്ടുണ്ട്? സെൻസസ് നടത്തി. 1931 ലാസ്റ്റ് കാസ്റ്റ് സെൻസസ് അല്ലേ? 2011 സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് നടത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് സെൻസസ് എന്താണ്? 2027 we'll having both. So 2026 we'll having both census, caste census and ചെറിയൊരു ബോക്സ് വരച്ചൊരു ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഓഫ് ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഒരു വാല്യൂ അഡീഷൻ കണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇനി ഫസ്റ്റത്തെ പോയിന്റ് എന്താണ്? ഹൗ കാസ്റ്റ് സെൻസസ് മൈറ്റ് ഇമ്പാക്ട് ദ ബാലൻസ് ഓഫ് പൊളിറ്റിക്സ്, പവർ ആൻഡ് പൊളിറ്റിക്സ്. ഇവിടെ പവർ പൊളിറ്റിക്സ് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ബേസിക്കലി ബോത്ത് ആർ സെയിം. അതിന് സെപ്പറേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പോയിന്റ്സ് കിട്ടിയില്ല അതിനകത്ത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ഒറ്റ പാർട്ടായിട്ട് അതിനെ തിരിക്കാവുള്ളൂ. ഫസ്റ്റ് പാർട്ട് എന്താണ്? ഇതെങ്ങനെയാണ് റീചേഞ്ച് ചെയ്യാൻ പോവുക എന്നുള്ളത് അല്ലെ? എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും? എങ്ങനെയാണ് പവർ ആൻഡ് പൊളിറ്റിക്സ് മാറ്റിയതിനെ? There will be more demand of subcategorization of caste വരും. പിന്നെ ഇന്റർ കാസ്റ്റ് ഇൻഇക്വാലിറ്റി റിവീൽ ചെയ്യും. ഡൊമിനന്റ് ഗ്രൂപ്പ്സ് മാറും. സോ ഡൊമിനന്റ് കാസ്റ്റ് എന്താണ്? എ കാസ്റ്റ് വിച്ച് ഈസ് ഡൊമിനന്റ് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ. സോ വെൻ എ ഡൊമിനന്റ് കാസ്റ്റ് റിക്വയർമെന്റ് പോപ്പുലേഷൻ സ്ട്രെങ്ത് ആണ്. സോ ഇഫ് ഐ നോ till now I will be knowing that my caste is a not very dominant caste. After caste census I will be aware of my caste position. So I'll be started demanding a dominant caste status varum and political demand varum le. As you can also quote the Sadish Deshpande, there is a disaggregation of caste will start with because of this. Pinne endu cheyan pattum? There will be a data driven policy, advocate endu cheyan pattum, policy based approach edukkan pattum. പിന്നെയോ കാസ്റ്റ് ബേസ്ഡ് പൊളിറ്റിക്സ് ഉണ്ട് അല്ലെ? ഇലക്ട്രോളൽ സ്ട്രാറ്റജീസ് ഓഫ് എന്ത് ചെയ്യേണ്ടി വരും? മാറ്റേണ്ടി വരും. പൊളിറ്റിക്സ് ബാങ്ക്സ്, വോട്ട് ബാങ്ക്സ് മാറ്റേണ്ടി വരും. ദർ വിൽ ബി ഡെമോക്രാറ്റിക് അക്കൗണ്ടബിലിറ്റി ആൻഡ് സോഷ്യൽ ഓഡിറ്റിംഗ് ഓഫ് കാസ്റ്റ് സെൻസസ് വരും. ആൻഡ് ദർ വിൽ ബി എ മൂവ്മെന്റ് ഫോർ അറ്റ് പ്രസന്റ് എന്താണ്? ഗസ്റ്റിഫിക്കേഷൻ ടു എസ്റ്റിമേഷനിലേക്കുള്ളൊരു ട്രാൻസ്ഫർ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും മതി ആൻസറിൽ. ഇനി എന്തെങ്കിലും എഴുതണോ? ബട്ട് ഹൗവർ there are challenges അല്ലെ? എന്തൊക്കെയാണ് ചലഞ്ചസ്?
ഒരു 103 പോയിന്റ്സ് ചലഞ്ചസ് കൊടുക്കാം. എന്താണ്? there is no comprehensive list of caste data. Socio-economic caste census itself identify 46 lakhs of different castes. There is a caste literacy problems are there. അല്ലേ? പിന്നെ it will may lead to deepening of social divide, caste-based polarization. And you can also 2-3 point എഴുതിട്ട് some way forward എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. What would be the way forward? As you can say you can quote, എന്താണ് ഹഡ്സനെ തന്നെ കോട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ പറയാം, ignoring the caste, ignoring an institution is never going to end that particular you cannot get rid of an institution by ignoring it. അല്ലേ? So we need to rectify, or just identify the caste doesn't mean that we are making the caste എന്ത് ചെയ്യാൻ പറ്റില്ല, caste is ആവാന്ന് പറയാൻ പറ്റില്ല, but we are just revealing it. But what we need to understand there should be a balance. എന്ത് ചെയ്യാൻ പറ്റും? ഒരു കോട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ കോട്ട് വെച്ചിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇനിഷ്യലി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കോട്ട് വെച്ചിട്ട് കോൺടാക്ട് പറയാതെ കോട്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ആ രീതിയിൽ ആൻസർ എഴുതാം കേട്ടോ. സോ ദാറ്റ് വുഡ് ബി ദി സ്ട്രക്ചറിങ് ഓഫ് ദി ആൻസർ. ഓക്കെ, മേക്ക് ഷുവർ ദാറ്റ് യു ആർ യൂസിങ് ദിസ് കണ്ടന്റ് വിത്ത് എക്സാമ്പിൾസ്. യു ഹാവ് ലോട്ട് ഓഫ് എക്സാമ്പിൾസ് റൈറ്റ് നൗ. സോ എക്സാമ്പിൾസും ഡാറ്റയും കോർട്ട് ജഡ്ജ്മെന്റ് കമ്മീഷൻ റിപ്പോർട്ട്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് റോഹിണി കമ്മീഷനെ കോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺക്ലൂഷൻ എഴുതാം. അല്ലെങ്കിൽ സുപ്രീം കോർട്ടിന്റെ റിക്വയർമെന്റ് ഓഫ് ക്വാണ്ടിഫയബിൾ ഡാറ്റ അണ്ടർ ദേവീന്ദ്ര സിംഗ് കേസിനെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറാത്ത റിസർവേഷൻ കോഴ്സ്, എനിത്തിങ്. ഓക്കെ, സോ മേക്ക് ഇറ്റ് വാല്യൂ അഡീഷീവ്. നിങ്ങൾ എഴുതുമ്പം വെറുതെ എന്ത് ചെയ്യാതിരിക്കുക, ആത്മനിർഭർ ഭാരതിന് വേണ്ടിയിട്ട് കാസ്റ്റ് സെൻസസ് എടുക്കണം എന്ന് എഴുതാതിരിക്കുക. സോഷ്യോ എക്കണോമി പ്രോപ്പർ ആയിട്ട് വാല്യൂ അഡീഷൻ ആയിട്ട് എഴുതാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ. വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് വരുന്ന, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ. ആൻഡ് ദിസ് പോയിന്റ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ മൾട്ടിപ്പിൾ പ്ലേസസ്. സോഷ്യൽ ജസ്റ്റിസിന്റെ ആസ്പെക്ടിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. വുമന്റെ വൾണറബിൾ സെക്ഷൻ ഇൻ ദ ഇന്ത്യൻ സൊസൈറ്റി, സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക്കൽ പാർട്ടിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, എത്തിക്സിന്റെ പാർട്ടിൽ കുറച്ച് പോയിന്റ്സ് എഴുതാൻ പറ്റും. ആൻഡ് ദീസ് ആർ ഹൈലി വാല്യൂഡേറ്റീവ് പോയിന്റ്സ് ബിക്കോസ് വാട്ട് എവർ ഇഷ്യൂ ദർ വിൽ ബി ആസ്കിംഗ് വൺ ഡയമെൻഷൻ വിൽ ബി വുമൺ ബേസ്ഡ് ഡയമെൻഷൻ. ഈ പോയിന്റ്സ് എല്ലാം അവിടെ ഇവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോയിന്റ്സ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. സോ ആ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. So basically, why in news violence against women in news there are many reasons. One reason from Kerala itself endana that Hema committee report and violence or sexual abuse or sexual violence from the cinema field. So Hema committee report ne patti undu. Adepole thanne you can also talk about RK Gar Medical College doctor raping doctor case incidents. So RK Gar Medical College incidents, and that led to a social movement. Le ഡോക്ടേഴ്സ് എല്ലാം എന്തേ തെരുവിൽ ഇറങ്ങിയ സോഷ്യൽ മൂവ്മെന്റ് നടത്തില്ലേ? ആ സോഷ്യൽ മൂവ്മെന്റ് പേര് ഓർമ്മയുണ്ടോ? അതൊന്നും ഓർമ്മയില്ല എന്നാ. Reclaim the night. It was a strong movement. It says that reclaim the night and reclaim the right. It's a very strong movement. It says that women need to reclaim the night as well as their right. So the movement needs to reclaim the night and reclaim the right. And night belongs to, at present night belongs to few. That is, night is gendered. Night is only belongs to male, and night is not belongs to female. But what we wanted to reclaim their nights and their rights. So that was the movement. So night is not just belongs to few, it should be belongs to everyone equally. There should be safety. And there is also Me Too movement. So Me Too movement was also happened in the recent past, and this is Hema committee report. And also government is also Bihar and Kerala demanding for a menstruation leave. Kerala's government is already implementing menstruation leave, and Kerala government is already implemented the gender neutral textbooks and all. So there are a lot of issues with respect to women violence related. എപ്പോഴും എന്താണ് ഹോട്ട് ടോപ്പിക് ആണ്, എപ്പോൾ വേണമെങ്കിലും റീഎമർജ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ആണ്. And these contents you can use in various acts. And also the recent Supreme Court judgment said that there is a POSH Act. What is POSH Act? Prevention of Women Sexual Harassment at Workplace Act. അല്ലെ? ആ പോഷ് ആക്ടിന്റെ ഇംപ്ലിമെന്റേഷൻ പല സ്ഥലത്തും ഒന്നല്ല. There is no internal complaint committee constituted. Recently also various cases of, in Kerala itself, various cases of ICC came up from the movie field, internal complaint committee. And recently Supreme Court also said that ICC can include both gender. The cases of both gender can be included in it should be gender neutral. Not only for women, it should be also all the gender. It should be gender neutral. So all these cases are there. And in Hyderabad there was an incident. Veterinary doctors doctor rape case ഒരു പുതിയ ഇൻസിഡന്റ് അല്ല ഇന്ത്യയിൽ. ഹൈദരാബാദിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വെറ്റിനറി ഡോക്ടർ നിർഭയ കേസ് വന്നിട്ടുണ്ട്. വെറ്റിനറി ഡോക്ടറിനെതിരെയുള്ള
rape cases in the. So and there are, you know, these all are the context of the topic, why this topic is very important. And there are in incidents of doxing against women. What is doxing? And there is a issues of intimate partner violence with respect to women. Okay. And incidents of doxing with respect to cyber crime. What is doxing? Doxing is dumping of, you know, document of women or their private picture without their consent, or mainly done by the, you know, intimate partners. When there is a struggle in the relationship, they started putting the photos, docs in the public platform. That is without their consent. It is called doxing. So there are incidents of doxing and everything. Okay. So all these are the context why this topic is very important, and all these points and examples you can use it. And there is also increased crime against women as per NCRB data, National Family Health Service. I'll be providing through data also. So with respect to quote, the very important quote you can quote Dr. B.R. Ambedkar. So he himself said that I measure the progress of a community by the degree of progress which woman has achieved. That is a very strong quote to start an answer or end an answer. So very useful quote, and you can use it in multiple places. So I measure the progress of a community by the degree of progress woman has achieved. Or Swami Vivekananda quote is also there. All nations have attained the greatness by paying proper respect to woman. Swami Vivekananda. All nations have attained greatness by paying respect to the woman. So that is also very important quote. Or Supreme Court in various judgment also mentioned that a majority of women prefers to suffer in silence. A majority of, you can quote Supreme Court and say that majority of, what is the biggest problem? Majority of women prefer to, you know, suffer their pain in silence. This leading to invisibilization of crime. Because crime is happening at public places, crime is happening at the bus stop, crime is happening through the metros, crime is happening at home. But they are not coming out. There is lack of reporting. That leading to invisibilization of crime. It looks like there is no crime happening, but crimes are happening. This is leading to invisibilization of crime. So that is very important, strong quote given by Supreme Court. So you can write this quote also. Supreme Court itself said that they faced, that means women faced violence. Supreme Court said that women face violence and discrimination in one. Women face violence and discrimination in one form or the another. Women face violence or discrimination in one form or the another in their various roles as daughter, in their various role as daughter, wife, mother, and even during old age. So they face, all the women irrespective of their age, and they are facing some or the other kind of violence. So violence against women എന്ന് പറയുന്നത് എന്താണ്? Violence even UNDP, like women and the woman has the problems of, you know, sun meta preference. What is sun meta preference? Earlier economic survey said that there is a sun meta preference in India. There is an issue of sun meta preference. Or even the what is sun meta preference? It is leading to what? Unwanted woman. So sun meta preference will lead to unwanted woman. Because the family couple and the Indian couple prefer son, not the female. Upon the woman they go for the second child. Even the second child also woman, they will go for third child, and they will go until they are getting a son. So what will happen? In between there will be women born which are unwanted. So what is the problem for unwanted child? They won't get proper education, they won't get proper attention, proper child care, they won't get anything in the early because they are not intended. They are happened because of the process of getting a son. Okay, so that leading to unwanted woman. And there is also a problem of female infanticide. And the problem that will lead to missing women. There are 30 crore missing women as per Amartya Sen. It says that women are missing. Where this woman went? Because of female infanticide. And the ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ എന്താണ് infant stage തന്നെ female infanticide ചെയ്യുന്നതുകൊണ്ട് women are missing, women are not born. Okay, so that is the other issue. And woman faces violence in all the stage of their life. For example, as an infant, he will be like infanticides and, you know, even before the birth.
there will be female infanticides. During the child, there will be sexual abuse from non-people, especially, from within the family itself. During the adolescent, again, woman faces the violence. During as a wife, there will be marital rape, intimate partner violence will be there. And during the old age, there is at present, what is the problem? There is a feminization of old age. What is feminization of old age? The majority of old age people are composed of female. Male are having drinks and cigarette, BD, they will die all. Anyway, by 55, all the male will die. But women are living more, so there is a feminization of old age. That will lead to, what is the problem with the feminization of old age? See, old age already creating dependence create. But the male will be having some kind of pension, some kind of income. Female dependence in the problem, there will be having complete dependency because there is no financial independence to a woman. So they will be completely dependent on son or their daughter. So that lead to again a old age level, and there will be violence, increased violence against women. Okay. So any stage woman and they are facing violence as an infant, as a child, as an adolescent, as a wife, as a mother, and as in old age, they are facing violence against women. Data NCRB data from 2018 to 2022, there is a 12% increase from the reported violence. It is reported violence. But what is the problem of India? Invisibilization of crime. So there are more crime which is not reported. So NCRB data itself shows that there is 2018 to 2022 there is a increase of 12% of crime against women. Women violence has increased. Okay. And 31,000 rape cases reported in a year. 31,000 of rape cases are reporting in a year. Okay. Or you can easily study this data in National Family Health Survey 5. One third of women aged between 15 to 49, they have faced some kind of abuse or violence in their life. 1/3 of all aged between 15 to 49. That is the age of reproductive age. In this age, some or the other kind of violence and they have faced. It is very easy to remember. You study 1 or 2 data, that's enough. At the 12% increase or National Family Health Survey, you can study. Or 51 FIR are registered per hour with respect to women cases. 51 cases on average. Okay. These all are reported cases. Biggest problem in invisibilization. We are not getting reported. Even UNICEF study conducted among children. So there is a response that 57% of boys and 53% of girls think that beating wife is justifiable. Means your husband or your father is beating your mother. It is justifiable. It is normal. Okay. So there is a normalization of violence also happening in Indian society. Okay. So these are the major data you can quote in your answers and different. This data not only against women violence, and reasons for violence against women and the one thing is that there is a socio-psychological reasons because the society is completely patriarchal society that leading to subjugation of woman under male. So woman is considered as under the male and considered as a property of male. So that is leading to some kind of violence, socio-psychological issues, and there is an objectification of woman. Objectification of woman is there, and woman is an object for men's pleasure and leading to commodification. Woman is considered as an object for giving pleasure to male. So woman pleasurable aയിട്ടുള്ള ഒരു object ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത്. Another issue is that toxic work culture. Toxic work culture, especially recently ENY-യിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മലയാളി അല്ലേ, Anna Sebastian died. So that is incident shows that there is a lack of gender inclusivity in the new corporate work culture. So that is also an issue. So Anna Sebastian at EY. So toxic work culture, woman person, and there is a gender stereotyping. Even what is the unintended cost of Maternity Benefit Act? Maternity Benefit Act intended to increase the maternity leave to women to 26 weeks in a formal sector. But what happened is that because of this maternity policy decision, this is creating a policy-based gender stereotyping. It says that child care is the duty of woman by the government itself. So government is recognized that child care is the duty only of woman. Another incident is that after Maternity Act, the companies are not,
acquiring recently married woman to the job, because there is higher chance that within 2-3 years ഉണ്ടാവും ചൈൽഡ് ബോൺ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്, പ്രഗ്നൻസി ചാൻസസ് ഉള്ളതുകൊണ്ട് കമ്പനിക്ക് ഹ്യൂജ് ലോസ് സംഭവിക്കും. So companies are not hiring women. That is having an unintended cost of a policy. So gender stereotyping, Maternity Benefit Act reinstated the idea that women are the primary caregivers. And there is also victim shaming. Victim shaming, that whatever happened to women, if a crime happened to women, the blame it is not on the male, it will be shifted to female. നിങ്ങൾ എന്തിനാ രാത്രി അങ്ങോട്ട് പോയത്, എന്തിനാ ആ ഡ്രസ് ഇട്ടത്, എന്തിനാ അവിടെ പോയത്? സോ ദ blame will be shifted to completely to woman. That is again blame shifting to woman. That is victim shaming. And there is a intra-family abuse. Within the family, women are not safe. Within the family, women are safe. And during the COVID period, there was a government propagated something that stay home, stay safe. This was the logo or idea propagated by the government to save people from the COVID incidents. But the biggest idea is that many women, home and safety are not synonymous. Home is not the actual safe place for a woman. So how can somebody say that stay home, stay safe? Because they are not safe at their own home. So home and safety is not synonymous for many women. So intra-family abuses are there, and also honor killing. So woman and the honor is linked to family honor. So if anything happened, intercaste marriages, recently there was an incident, Odisha intercaste marriage, they are like taken, both the couple taken but fluffy. The entire community doing fluffing. So this is basically kind of abuse. Intercaste marriage abuse honor killing. So woman honor is linked to the family, leading to murder. And there is a sexual deprivation and toxic masculinity is leading to basically marital rape, the intimate partner violence, and masculine nature propagate. That is toxic masculinity. And there is a substance abuse and drug abuse by male, which is leading to again abuse of female. Okay. And also with respect to abuses, objectification, there is a scholar, basically she's a sociologist, Martha Nussbaum. So you can quote her and write Martha Nussbaum, or you can borrow 1 or 2 ideas to write as a point. So objectification level, there are 7 areas of objectification of women is happening. And Martha Nussbaum, she's a feminist scholar. So she's against the, there is a beautiful interview in internet. If you just search it, if you get it time, you can read it. So there is one thing is that instrumentality. What is instrumentality? Female as used or male as used as an instrumental to achieve something. It's a means to end, not end in itself. So woman is objectification means it's a means to end. It is they're trying to achieve something out of using the woman. For example, getting pleasure. So woman as an instrument to getting pleasure for male. So using as an instrument. And gaslighting, whatever happened, they will say that it is your problem. So you will feel like whatever you do, it's a problem by yourself. Gaslighting. So that will lead to another issue of objectification and gaslighting and psychological manipulation, and you will use your own senses. And based on that, if you talk loud, it will be your problem. Why are you so insensitive? So you feel like you are wrong. Always you are wrong. And another area of objectification is denial of autonomy. Why denial of autonomy? It is like a person is treating like they are lacking autonomy of self-determinance. They can't take their own decisions. So a woman has to always take a permission to take decisions. Historically also, if you wanted to join the Buddhist Sangha, you need to take the permission of husband. If you wanted to, like in present society, if you wanted to go out, you need to take the permission of your family. So there is a lack of autonomy, denial of autonomy to women. And there is also inertness. What is inertness? If there is a person do not have the authority or lacking agency. Activity ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇവർക്ക് റൈറ്റ്സ് ഉള്ളതായിട്ട് ആരും അംഗീകരിക്കുന്നില്ല. When fungibility is there, fungibility is a treating of a person as a interchangeable with other objects. For example, especially with sexual abuses and all, woman is considered just as an object, and each woman can give the
same kind of pleasure. If you are not able to like this particular body, you can easily change the person, change the woman. So if you are choosing, particular woman you want it, and for sexual pleasure, and you are changing the person with another woman whenever you want it, you don't see any difference between each woman. All women are same, or just interchanging. You can use it like that. So interchangeability is other, or fungibility is another aspect of woman objectification. And there is a volatility, and violability is a treatment of a person lacking boundary and integrity. You don't agree that there is a boundary of woman. You do whatever you want, and there is no agreement of boundaries and all. And there will be an ownership. Ownership will lead to marital rape. Even the court also, the English means our rule of law also, there is a doctrine of coverture. What is doctrine of coverture? As per the law, there is a doctrine of coverture. Women do not have her own existence. Woman is considered as a woman, do not have an independent actors. A married woman is a kind of a property of husband. Even law treat. Okay. So doctrine of coverture in the rule of law, it says that a married woman is a property of husband. By her own, she cannot her own decision. It is considered as a woman as a property. The rule of law. There is a doctrine of coverture. It says that women do not have any independent existence. She will be having existence only under her husband. And it's a denial of subjective. She do not have her own feelings, emotions. Caregiving feelings, emotions. Okay, so there is no subjectivity. There is only objectification. These are the 7 levels of objectification. Then you can write 1 or 3 points by quoting her, so that will add another value to. You don't have to write the entire 7 points. Just because you know something, don't write. Examination question requirement in time that scope and down 3 points quote point at so that it look like you have a wide readability examiner feel. So irrespective of all these laws, why these regulations and problem laws crimes women. And one thing is that with respect to always it is recognized that wherever an institution have a more representation of women, there will be better women safety. For example, police women representation is way below. That is the one reason said that there is a lack of reporting of cases. If the woman representation in the police station is 50%, there will be more inclusivity. There is a higher chance that there will be more reporting. As well as if we look at the our own Lok Sabha, 18th Lok Sabha, only 40% representation women representatives are there. So there is lack of representation. Even we have introduced 106th Constitutional Amendment Act, which only recommended 33% of reservation, that too from the next, after the census, next election. So this leading to underrepresentation of women in the various institutions. But when we compare with other countries, for example, Sweden, which has a higher woman safety, has a 46% of electoral representatives are women without reservation. In Sweden, 46% of MPs are women, that too without reservation. In India, only 14% without reservation. We are trying to achieve 33 by reservation. So Sweden is one of the safest place for women. So women representation, there will be better woman-centric policy. Okay, because now what is happening? Women policy decisions are taken by whom? It is actually male. It is male-dominated policy making. So there is no inclusivity. There is no viewpoint of women are included in the woman policy making. Even our neighborhood Bangladesh, not now, recently, 20% of representatives are in Bangladesh. It is women. Okay, so low political participation of women lead to reporting in the woman inclusive policies. Institutions woman inclusive police woman included police woman report problems chances. Another problem why these crimes are happening, one is institutional woman representation. There you can quote this data. Second is that there is a poor conviction rate.
NCRB data says that 30% of only 30% conviction. That means whatever 100 cases you have filed, only 30% are convicted. ബാക്കി 70% എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഇടയിൽ വിഡ്രോ ചെയ്തും അല്ലെങ്കിൽ സാക്ഷി കൂറുമാറും, വിറ്റ്നസിന് അല്ലെങ്കിൽ എന്ത് ചെയ്യും, വിറ്റ്നസിനെ കൊന്നുകളയും. അങ്ങനെ പല കേസസ് ആണ് വരുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ക്രൈം ചെയ്യുന്നത് വുമണിനെതിരെ നോൺ ടു വുമൺ ആയിരിക്കും. So again, there will be social pressure, family pressure to withdraw that particular case and all. So that leading to poor conviction rate. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യുന്നില്ല, this is not acting as a deterrence in the society. ആരെയും എന്ത് ചെയ്യുന്നില്ല, ഈ ആക്ട് ഉള്ളതുകൊണ്ട് ആരെയും പേടിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. And there is a secondary victimization. Even you went for complaining, your problem is not ending there. After complaining, എന്താണ്, ഈ process itself is kind of an harassment. You have to explain all the things to police officers. They will be questioning. And if a woman complaining for rape, earlier Supreme Court recently banned the 2-finger test. So earlier there was a 2-finger test. Again, that 2-finger test was an unscientific as well as an abusive. So Supreme Court said that if any doctor doing 2-finger test, that is also amount to violence. So 2-finger test and such kind of secondary violences or secondary victimization. Already you are going through a problem. Again, you are going to a mental trauma. Okay, so secondary victimization is there, 2-finger test, principal. And there is lack of victim protection and witness protection schemes. So recent Bihar, there was one, UP, there was a rape case. All the witnesses are killed. So what will happen if there is no witness? You cannot punish that person. So there was a case with respect to one MLA's, son was involved in UP, right? That small girl was got raped. You remember? I forgot the name of that particular girl. Do you remember the name? So that 1 or 2 witnesses already, they killed it through accidents. It's not killed. They said that it's accident, but you know what is actually happened. Okay. So lack of victim and victim protection schemes and അതുപോലെ തന്നെ victim impact assessment statement. Supreme Court said that under Mallikarjun Kodagil case, police need to keep a victim impact statement. What is a victim impact statement? It is a direct statement from the victim just after the moment of crime. So what exactly she feels എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും victim impact statement. Later on കേസിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ കേസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് victim എന്തായിരുന്നു ഫീൽ ചെയ്തിരുന്നത് എന്നുള്ളതിന്റെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, കുറച്ചുകൂടി കൺവിക്ഷൻ റേറ്റ് കൂട്ടാൻ പറ്റും. So court said that to advise her to keep a victim impact statement under Mallikarjun Kodagil versus State of Karnataka case. Okay. And there is also problem of broken window syndrome. What is broken window syndrome? We always consider that there are small incidents are there, we just let it go. But what will happen, these small broken windows will lead to complete collapse of the system. So there is a issue with the minor problem and the rectify yathonde, that will be leading to major problems. Adilekana varunathu. And another recommendation why the woman protection is not happening, അല്ലെങ്കിൽ ഇത്രയും ലോസ് ഉണ്ടായിട്ട് വുമൺ എന്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വുമൺ സേഫ്റ്റി എന്തുകൊണ്ട് എൻഷുർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിന് VN Rai IPS, he was former director of National Police Academy. So he has given various recommendations why there is an increasing crime against women, or why we are not able to address this problem. One is that there is a gap between sex exploitation and sex education. So there is people learn sex about through pornography, porn videos. But the problem endana, there is no proper sex education available to the people. So that leading to pornography, leading to psychological issues and woman related abuses. There is a gap between sex exploitation and sex education. Another point, there is a masculine remedy regime. In India, what we are more happy about it, if there is a immediate reaction, masculine remedial regime. For example, Hyderabad veterinary doctor case, what we see, there was an encounter. So everybody celebrated police. So Supreme Court itself said that justice delayed is justice denied. But justice hastened is, this was some word. Justice delayed is justice denied, and justice, I'll check and let you know. Okay, just fast ആയി കഴിഞ്ഞാൽ അതും ഇൻജസ്റ്റിസിലേക്ക് തന്നെ പോകുള്ളൂ. ബിക്കോസ് what will happen, പ്രോപ്പർ എവര് തന്നെയാണോ ഈ ക്രൈം ചെയ്ത, ഹൈദരാബാദ് ക്രൈം ചെയ്തെന്നുള്ളതിന് ട്രയൽ നടത്തിയിട്ടുണ്ടോ? ഇറ്റ് വാസ് എ പോലീസ് എൻകൗണ്ടർ. സോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, യു ആർ നോട്ട് ഏബിൾ ടു ലിസൺ ദ അതർ പാർട്ട്. മേ ബി എന്ത് ചെയ്യാൻ പറ്റും, ഇവര് വേറെ ആരെങ്കിലും പിടിച്ചിട്ട് രണ്ടുപേരെ വെടി വെച്ചിട്ട് ഓക്കെ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ? സോ ദിസ് ഈസ് നോട്ട് ഗിവിംഗ് എ adequate solution the problem. So masculine remedy regime ആണ്, എൻകൗണ്ടർ ലെറ്റ് ടു സൊല്യൂഷൻ. അതൊക്കെ എന്താണ്, ഷോർട്ട് ടൈം സൊല്യൂഷൻസ് ആണ്. പീപ്പിൾ എന്ത് ചെയ്യും,
will be happy and system also will be happy for that short-term solution. പക്ഷെ ജെൻഡർ ആയിട്ട് എന്തെങ്കിലും ഇതിനകത്തൊരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് വരില്ല. ആൻഡ് വർക്ക് പ്ലേസ് ഈസ് കംപ്ലീറ്റ്ലി ജെൻഡർ ഇൻസെൻസിറ്റീവ് വർക്ക് പ്ലേസസ് ആണ്. They are not understanding the issues of women. There is no proper ICC. There is no separate toilets basically for women. There is no separate, resting places for women. So gender insensitive ആയിട്ടുള്ള വർക്ക് പ്ലേസസ്, വർക്ക് പ്രഷർ. എക്സാമ്പിൾ ഏതാ എക്സാമ്പിൾ പറയാൻ പറ്റും ഇവിടെ? ആൻ സെബാസ്റ്റിന്റെ എക്സാമ്പിൾ ഇവിടെയും പറയാൻ പറ്റും. ഓക്കെ, സോ അതേപോലെ തന്നെ there is a gap between rule of law and role of law. What is rule of law? Rule of law, there is an existence of law. What is role of law? How actually this law is practiced. So there is a huge gap between law and the practice of law. So this gap in the end, there is a problem. Why there is a increased crime against women, and by increasing crime against women, what are the impacts? The reason for crime against women നിങ്ങൾക്ക് വേണേൽ സബ്മിറ്റിംഗ് ആയിട്ടും കൊടുക്കാം. പൊളിറ്റിക്കൽ റീസൺസ്, economical reasons, socio-cultural reasons, political reasons, and lack of representation. Women representation is not there. And economic reasons and lack of financial independence, that leading to not reporting, dependency in the institutions, law conviction rights. അതേപോലെ തന്നെ socio-cultural ആണ് patriarchy വരുന്നത്, victim invisibilization of crime വരുന്നത്. ആ രീതിയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സബ്മിറ്റിംഗ് കൊടുത്തിട്ട് ഈ പോയിന്റ്സിന് എഴുതാൻ പറ്റുമേ. ഇനി ഇമ്പാക്ട് നോക്കുവാണെങ്കിൽ എന്താണ്, റിഡക്ഷൻ ഓഫ് വുമൺ പാർട്സ്. ഈ വയലൻസ് കൂടുമ്പോഴുള്ള പ്രശ്നം എന്താണ്? See, if there is a abuse in the social media, what you will do? Will you report or will you log out? You try to avoid that place. So that will lead to women exiting from social media, exiting from public space, rather than they are ensuring their presence there. By if you are putting some photo, you are getting 5-6 comments, you will okay. Now it's a mental trauma. Don't put photo only. So that's what they are silencing. So their viewpoints are getting silencing. So that leading to reduction of women participation in workforce, higher education, public places. This is invisibilization and silencing of women from the public places. Women presence എന്ത് ചെയ്യാതിരിക്കുക, ഒഴിവാക്കാണ്. And regression of democracy. If a crime is increasing, that's what it is against the democratic principle. It is against equality. This is against Article 1421. So that is leading to what? There is a democratic backsliding. Democracy is going back. Okay, this is also against transformative constitution. What our constitution did, we had a medieval hierarchical society. By constitution, we tried to achieve a modern egalitarian society. So this is against, if a violence against women is happening, this is against transformative constitution. When we try to achieve a transformation from medieval hierarchical society to modern egalitarian society and the illadaipo, and regression of democracy. And this is also impacting mental health of women, trauma, post-trauma, victim trauma, polyla safety issues. And many women, safety and home are not synonymous. Okay, places, women houses are not safe, and there will be a ripple effect. For example, a woman is got a victim of violence, that will impact the other generation because of the trauma that will pass to other generation again, and then there will be ripple effect. More people will be impacted out of this particular issues. And there are a few case study. You can mention these case studies as way forward. Basically, the case study of Gadchiroli model of Maharashtra. Gadchiroli model of Maharashtra, what they have done is they banned alcohol completely from this particular village. That actually reduced the woman violence against women. Okay, Gadchiroli model, tribal dominated districts of Maharashtra. So they banned alcohol and banned alcohol in this tribal district. So when we compare the data of non-banned alcohol banned districts, crime against women is actually less. So that is a one case study, Gadchiroli model of Maharashtra. Then there is another model. There is country villages is actually every girl child birth is celebrated by the community. So whenever there is a child born in that particular community, the community will, this village will plant and the pull one trees. Tree and the plant chain. They will celebrate every girl child born. They will plant 111 trees by the birth of a girl child. Okay, so that is also another model. And another best model practices is Kerala. Kerala introduced a gender sensitive textbook. Okay,
Kerala introduced a gender-sensitive textbook and gender-neutral uniforms. ഇതൊക്കെ എന്താണ് കേരളത്തിന്റെ ഇനിഷ്യേറ്റീവ്സ് ആണ്. That can also be a better model practices to reduce crime against, how to make generation. And another initiative we have taken, that India is also already ratified Convention on Elimination of all forms of discrimination against women. This is also known as International Rights of Women. We agreed. India formally agreed to this particular agreement, and there is SDG 5. We have a target of gender equality. So SDG 5 is to achieve gender equality. So we also have this SDG target to achieve the gender equality. Then global perspective, you can mention the Nordic countries. Are Nordic countries? Sweden, Finland, all these are Nordic countries. In Nordic countries, gender equality countries, they have crime against women. So is their is actually gender equality top 10 country, North country model. They have a dual learning, and both are financially, male and female are in a family, financially dual. Strong institution, if something happens, there will be strong institutional interventions. So dual learning, there is a institution framework and parental leave. Not only the maternity mortality, the paternity leave, paternity leave, the parental and leaves for people. So it's recognize the role of childcare to both male as well as not just the woman job. Okay. Or you can mention the Ghana model. Ghana model is a complex model. Basically, community-based action. Okay. Basically, there is a group of people. They take charge whenever there is an issue. That community and the Ghana island, they together taking measures to crime against women. That is Ghana model. You can mention. And there are other initiatives. For example, recently BNSS also introduced Section 63, BNS Section 63 against crime, rape. 63, Section 64, all are against BNS Section 63 and 64. Then there is a POSH Act. POSH Act and Prevention of Sexual Harassment of Women at the Workplace. So there is a POSH Act in India. Under POSH Act, there is a internal complaint committee mechanism is there. Okay. Under POSH Act, there is an internal complaint committee mechanism. Judicial intervention, Vishaga Guidelines of 1997. Vishaga Guidelines of 1997. Vishaga Guidelines of 1997. Then there is a Shakti Vahini case. Shakti Vahini case banned honor killing. It says that it's a crime. And under new BNS, there is a concept of zero FIR. What is zero FIR? In the case of Hyderabad veterinary doctor, the sister of that particular veterinary doctor actually approached the police station. But the police station said that this is not in our jurisdiction, you go to this particular station. So it would have been intervened earlier. There is a lesser chance that this crime has occurred. So under zero FIR, you don't have to report to the police station in the jurisdiction where the crime occurred. You can complain to any police station you want. So that is called zero FIR under BNS. So we have introduced zero FIR, and we also introduced SheBox. What is SheBox? SheBox is an online complaining mechanism for women. SheBox, and there is one-stop center. One-stop center and all solution, a one-stop solution for all the problems faced by women. One-stop center. And there is a under Vishaga Guidelines, we 2014 onwards, we are also introduced a Nirbhaya Fund. What is Nirbhaya Fund? It is a non-lapsable Women Safety Infrastructure Development Fund. Okay, non-lapsable ആണ് Nirbhaya Fund. Nirbhaya Fund, non-lapsable Women Safety Infrastructure Development Fund. The problem is that fund is not utilizing the problem. The fund is there, but we are not utilizing the fund properly. Okay. So these are the points you can mention. These are the way forward.
You can mention. Okay. These are case studies, best model practice. Conclusion. Write down this question. Why do cases of sexual violence against women persist? Why do cases of sexual violence against women persist despite the legal safeguards? Why do cases of sexual violence against women persist despite legal safeguards? Question mark. Why do cases of sexual violence persist? Sexual violence against women persist despite of legal safeguards. Ideo. Suggest some measures to eliminate these menses. Suggest some measures. Online question കിട്ടിയോ? Mark. 7 minutes. Write down. Don't waste the opportunities you are getting to write, you know. വീട്ടിൽ പോയിട്ട് നിങ്ങൾ എന്തായാലും എഴുതില്ല. 7 മിനിറ്റിൽ ഒരിക്കലും എഴുതില്ല.
ഓപ്ഷൻ നേരത്തെ എഴുതി കഴിഞ്ഞാൽ പറഞ്ഞ് ഞാൻ നോക്കി തരാം. കഴിഞ്ഞോ? ഫസ്റ്റ് എന്താണ് ചോദ്യം? എന്താണ്? വൈ സെക്ഷൽ വയലൻസ് പെർസിസ്റ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദർ ഇസ് എ ലീഗൽ സേഫ് ഗാർഡ്സ് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ തുടങ്ങാൻ പറ്റും? കോട്ട് വെച്ച് ഏത് കോട്ട് വെക്കാൻ പറ്റും? അംബേദ്കറിന്റെ പറയാൻ പറ്റും. സുപ്രീം കോടതി അതിന് ഏറ്റവും നല്ലത് എന്താണ്? സുപ്രീം കോടതിന്റെ ജഡ്ജ്മെന്റ്. സുപ്രീം കോടതി itself said that many women are suffering in silence, or women in our society go through some or the other kind of violence as a ഇതായിട്ട് പോവാം. അല്ലെങ്കിൽ you can also define what is violence against women. This is the definition by UNDP. So you, as per UNDP, a violence against women is an act of gender-based violence that result in physical, sexual, or mental harm or suffering. Any act of, it's a definition by UNDP of എന്ത് ചെയ്യാം? വൈ ദിസ് ഡെഫിനിഷൻ ഓഫ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാനുള്ള ചാൻസ് ഒക്കെ ഇങ്ങനെ കൂടുതൽ. അപ്പോൾ അത് പഠിച്ചു വെച്ചാലും നഷ്ടം വരില്ല. So as per the UNDP definition, any act of gender-based violence, any act of gender-based violence that may result in sexual or physical, mental harm or suffering. Okay. So you can either start with the quote, or you can also start with the definition of the sexual violence. Then link with the, there is increasing, like question there is increasing violence. So you have to link with the, there is an increase. As per the NCRB data, there is a 12% increase. Or recent National Family Health Survey says that 1 out of 3 women of 15 to 48 of age is faced some or other kind of violence. So you link with the quote. And first part in the
After this, what is the part? Why? Reasons for increasing violence against women. എന്തൊക്കെ reasons എഴുതാൻ പറ്റും? Sexual harassment is patriarchal nature, social, psychological reasons, patriarchal nature of the society. പിന്നെ വേറെന്ത് എഴുതാൻ പറ്റുക? നമ്മൾ പഠിച്ച എല്ലാ പോയിന്റ്സും എഴുതാൻ പറ്റും. There is increased objectification of women. Women used as an object. Toxic work culture വരുന്നുണ്ട്. And instrumentality, or you can even write that Martha and husband points, women are used as a instrumentality. All these points you can write. And gender stereotyping, victim shaming, and there is a process problem. Or you can also write the V.N. Rao's IPS course. Says that there is a gap between sexual exploitation and sexual education, and there is also a gap between rule of law and rule of law, and there is also a problem with the masculine nature of solutions with respect to short-term solutions. So all these things are leading to what? Increased sexual. So you can write, whenever you are writing, some scholars quote their name and write the answer. So why there is an increase in crime against women? So either you can write like this or submitting it in the social reasons. Social reasons എന്തൊക്കെയാണ്? Patriarchal society. പിന്നെ there is a son meta preference is there in the society. Women are not preferred first choice. Then you can also write എന്താ പറഞ്ഞേ? Instrumentalism of women as used as a pleasurable object. Lack of women representation in institutions. അല്ലേ? Economic reasons എന്തൊക്കെയാണ്? Lack of financial independence. POSH Act, Prevention of Sexual Harassment Act, workplace is not properly implemented. There is no internal community mechanisms in women. Then where on the policy based reasons എന്താണ്? Maternity Benefit Act, gender stereotyping by the state itself. Okay, like that you can write different aspects of point. Then ഇത് കഴിഞ്ഞോ? ഇനി എന്ത് എഴുതും? Suggest the measures. ഇപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബി എൻ റാവുവിന്റെ പോയിന്റ് ഇടയിൽ നിങ്ങൾക്ക് കോട്ട് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മെഷേഴ്സ്, എന്തൊക്കെ മെഷേഴ്സ് എടുക്കാൻ പറ്റും? റെപ്രസെന്റേഷൻ കൊണ്ടുവരാം അല്ലെ? വുമൺ റെപ്രസെന്റേഷൻ, ഇംപ്ലിമെന്റേഷൻ ഓഫ് വിക്ടിം ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റേറ്റ്മെന്റ്, വിക്ടിം ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാം? നിർബന്ധമാക്കാം അല്ലെ? ആസ് പെർ ഗാഡ്ഗിൽ കേസ്. പിന്നെ നിർഭയ ഫണ്ട് ഇംപ്ലിമെന്റേഷൻ. പിന്നെ സി ബോക്സ് ഒക്കെ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്യാം, ഇത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ്. പിന്നെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി മെക്കാനിസം ഷുഡ് ബി ഇനിഷ്യേറ്റഡ് ഇൻ ഓൾ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, ബോത്ത് ഫോർമൽ ആസ് വെൽ ആസ് ഇൻഫോർമൽ വർക്ക് സ്പേസ്. പിന്നെ ബെസ്റ്റ് മോഡൽ പ്രാക്ടീസസ് കൊടുത്തൂടെ? എവിടുത്തെ കൊടുക്കാൻ പറ്റും? ഒന്നുകിൽ മഹാരാഷ്ട്ര, ഗാന ഓർ നോർഡിക് കൺട്രീസ്. ഓൺലി വൺ. എല്ലാം കൂടി എഴുതണ്ട, അതിൽ ഒന്നോ രണ്ടോ മാക്സിമം. അപ്പൊ എന്ത് ചെയ്യാം? 2-3 തന്നു കഴിഞ്ഞാൽ ഓർമ്മ ഓർത്ത് വെക്കാൻ വേണ്ടിട്ട് തന്നേക്കുന്നത്. ഓക്കെ, എല്ലാം കൂടി എഴുതണ്ട. പിന്നെ കേരളം എപ്പോഴും നമ്മൾ കുറെ എക്സാമ്പിൾ എഴുതുന്നതുകൊണ്ടാണ് വേറെ തന്നത്. അല്ലെ കേരളത്തിന്റെ എഴുതിയാലും മതി. ഒന്നും കിട്ടുന്നില്ലെങ്കിൽ കേരള മോഡൽ ഓഫ് ജെൻഡർ സെൻസിറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ജെൻഡർ സെൻസിറ്റീവ് ബുക്സ്, ഓക്കെ, ആ രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, സെക്കൻഡറി വിക്ടിമൈസേഷൻ, വൈ ദർ ഇസ് ലാക്ക് ഓഫ് റിപ്പോർട്ടിംഗ്, ആ പോയിന്റ്സ് ഒക്കെ എഴുതാം കേട്ടോ. കൺക്ലൂഷനിലേക്ക് അങ്ങനെ നിങ്ങൾക്ക് എഴുതുക. ഓർ ഇൻട്രൊഡക്ഷൻ ഓഫ് BNS ആൻഡ് 3.0 FIR പ്രോബ്ലം എഴുതാൻ പറ്റും. ഓർ ഫൈനലി യു ക്യാൻ റൈറ്റ് ദി UN women respect, the idea of respect. Okay, it's a comprehensive improvement of women rights. ആ രീതിയിലും കൺക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ SDG 5 ജെൻഡർ ഇക്വാലിറ്റി വെച്ച്, അത് ജനറലിസ്റ്റിക് കൺക്ലൂഷൻ ആയിരിക്കും. അതിനെക്കാട്ടും നല്ലത് ഒരു ബെസ്റ്റ് മോഡൽ പ്രാക്ടീസസ് ചെയ്യുന്നതായിരിക്കും. SDG 5 കൂടുതൽ ആളുകൾ എഴുതാൻ ചാൻസ് ഉള്ള ഒരു കൺക്ലൂഷൻ ആണ്. സോ ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഫോർ better conclusion like Ghana model or Nordic model or even Maharashtra model or something like that. Okay.
Okay, you got an idea how to write an answer? Fine. പക്ഷെ ഈ കണ്ടന്റ് ഇതുമായിട്ട് മാത്രമുള്ളതാണോ? If I change the question, you can write the same content വെച്ചിട്ട് different പേപ്പറിലുള്ള different answers എഴുതാം. So we studied from Indian society, you can write in social justice എഴുതാം, ethics എഴുതാം, കുറെ വ്യൂ പോയിന്റ്സ് നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും, എസ്സേയിൽ എഴുതാൻ പറ്റും, ഒരാളുകളുടെ വ്യൂ പോയിന്റ്സ് പറഞ്ഞ ഐഡിയാസ് എഴുതാൻ പറ്റും. So try to use this content in multiple places, not only for this particular paper. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്റർ കണക്ട് ചെയ്യാൻ പറ്റില്ല, അപ്പൊ പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹൗ യു റൈറ്റ് ആൻ അൺനോൺ ആൻസർ? നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യുന്ന, അറിയാത്തൊരു ആൻസർ വരുമ്പോൾ ക്വസ്റ്റ്യൻസ് പോയി റെഫർ ചെയ്യല്ലേ ചെയ്യുന്നത്. ഹൗ ടു റൈറ്റ് ആൻ അൺനോൺ ആൻസർ? ബൈ ലിങ്കിങ് ഓൾ ദി പോയിന്റ്സ് വി ഹാവ് സ്റ്റഡീഡ് ഇൻ ഡിഫറെന്റ് ആസ്പെക്ട്സ്. അതിന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. ഇപ്പം വേറെ സം അതർ ക്വസ്റ്റ്യൻസ് ഓഫ്, ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ സൊസൈറ്റി itself, marriage related problems, patriarchal marriage and why this is going to suffer. Same point, just അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ you can utilize this. Intimate partner violence, lack of reporting, home and safe is not a safe places. All these points only enough there also. പക്ഷെ എന്ത് ചെയ്യണം, അവിടെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അവയർനെസ് വേണം. അങ്ങനെ ഇന്റർലിങ്ക് ചെയ്ത് നിങ്ങൾ ആദ്യം പഠിക്കണം, ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്ത് പഠിക്കണം. സോ യൂസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റീപ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ വരുള്ളൂ. സോ അത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഓൺലൈൻ വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നെക്സ്റ്റ് വാല്യൂ അഡിഷൻ ക്ലാസ് വരുന്നത് ഓൺ Thursday. ഓക്കെ, 2 o'clock സെയിം പ്ലേസ് കേട്ടോ. ഓക്കെ, താങ്ക് യു.